സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ബിഫോർ വി ഗോ ഇൻ ഡീറ്റെയിൽ, ജസ്റ്റ് ഒരു ചെറിയ കൺസേൺ ആസ് ഇൻ ലൈക്ക് ഇന്നലെ കുറച്ച് സ്റ്റുഡൻസ് ലൈവ് ചാറ്റിൽ മെസ്സേജ് അയച്ചിരുന്നു, വിച്ച് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കണ്ടിട്ടില്ല. കാരണം വേറെ കുറച്ച് നമ്മുടെ ട്രിപ്പിൾ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോഴാണ് ഞാനത് കാണുന്നത്. ആസ് ഇൻ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു 1 to 2 minutes ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ടു സീ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ എനിത്തിങ്. പ്രോബ്ലി നിങ്ങളൊരു 15 minute പുറകിലായിരിക്കും, അതായത് കണ്ടുവരുന്നേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അയക്കുമ്പോൾ ലൈവ് സ്ട്രീം തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ലൈവ് ചാറ്റിലെ മെസ്സേജസ് കാണാൻ പറ്റാഞ്ഞത്. അപ്പോൾ മിസ് പ്ലീസ് റിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഞാൻ സ്ക്രീൻഷോട്ട് കണ്ടു, പക്ഷേ ഞാനത് കണ്ടിട്ടില്ല പേഴ്സണലി. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ കണ്ടിരുന്ന 3-4 മെസ്സേജസ് ഞാൻ അപ്പോൾ റിപ്ലൈ കൊടുത്തിരുന്നു. സോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ആ സമയത്ത് ഇഫ് ഐ സീ അപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ തരും, വാട്ട് എവർ ഇസ് എ കൺസേൺ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ സീരീസ്. അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എങ്ങനെയാണത് എഴുതേണ്ടത്, ഇത്ര മാർക്സിന് എഴുതിയാൽ മതി, അങ്ങനെയൊക്കെ ജനറൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകാം. സോ അതാണെങ്കിൽ പോലും ഞാൻ പൊതുവേ അഡ്രസ്സ് ചെയ്യാറുണ്ട് അവിടെ തന്നെ. സോ അത് നിങ്ങൾക്ക് ഇന്നലെ അങ്ങനത്തെ എന്തെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു നിങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത്, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഐ എം റെഗുലർലി ചെക്കിങ്. എന്തെങ്കിലും വീഡിയോക്കകത്ത് കുട്ടികൾ അങ്ങനെ കൺസേൺസ് എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡൗട്ട്സ് എഴുതിയിട്ടുണ്ടോ, അത് ക്ലാരിഫൈഡ് ആവാതെ പോയിട്ടുണ്ടോ, ഐ കീപ്പ് ഓൺ ചെക്കിങ് ഇറ്റ്. സോ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഇന്നലെ അഡ്രസ്ഡ് ആയിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഈ പറയുന്ന ഒന്നെങ്കിൽ ഇന്നലത്തെ തന്നെ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് പോയി എഴുതാം, അല്ലെങ്കിൽ MTP2 സീരീസ് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടാണെങ്കിലും യു ക്യാൻ ആസ്ക് വാട്ട് എവർ യു വാണ്ടഡ് ടു ആസ്ക് യെസ്റ്റർഡേ. സോ ഐ ഹാഡ് വെയിറ്റഡ് യെസ്റ്റർഡേ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സീരീസ് വൈൻഡ് അപ്പ് ചെയ്തത് കേട്ടോ. സോ അത് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ക്ലാരിഫൈ ദാറ്റ് ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. സോ ടൈം കളയാതെ വിൽ സ്റ്റാർട്ട് വിത്ത് ദ MTP2. സോ ജസ്റ്റ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടുപരിചയം ഉള്ളത് തന്നെ ആവാം. June 24, September 24, അതിന് മുന്നേ വന്ന അറ്റംപ്റ്റുകൾ, അതായത് പുതിയ സിലബസ് വന്നിട്ടുള്ളതാണ് സെപ്റ്റംബർ ആൻഡ് June 24. അതിന് മുന്നേയും ഇതേ ടോപ്പിക്സ് തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇല്ലാത്ത കുറച്ച് ടോപ്പിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ ടോപ്പിക്സ് ഉണ്ട്. 3 സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഇറ്റ് വാസ് നോട്ട് പാർട്ട് ഓഫ് ദ ഓൾഡ് സിലബസ്. ന്യൂ സിലബസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളല്ലേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് പഴയ സിലബസ് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോയേക്കണേ. പുതിയ കുറച്ച് ടോപ്പിക്സ് ആഡഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ആ പറയുന്ന ടൈമിൽ ചോദിച്ച 1-2 ക്വസ്റ്റൻസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ മോക്ക് എക്സാമിൽ ഇട്ടിരുന്ന 1-2 ക്വസ്റ്റൻസും ഈ MTP2 വന്നിട്ടുണ്ട്. സോ MTP1 കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ വാച്ച് ദ MTP1, ദ RTP ഫോർ JAN'25, ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ MTP2. ഐ ഹോപ്പ് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് MTP. കഴിഞ്ഞ പ്രാവശ്യം 3 MTPs ഉണ്ടായിരുന്നു, പക്ഷേ ഐ ഫീൽ ദിസ് ടൈം 2 MTP കാണാൻ തന്നെ ചാൻസ് ഉള്ളൂ. അപ്പോൾ ടൈം കളയാതെ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഗെയിൻ ഐ എം ടെല്ലിങ് യു, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് എല്ലാ വീഡിയോയ്ക്കകത്തും ഞാൻ പറയും. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻ കേസ് ഇതുപോലെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ പ്രശ്നം കാരണമാകാം ഐ എം നോട്ട് ഏബിൾ ടു സീ യുവർ മെസ്സേജസ്, അപ്പോൾ നിങ്ങൾക്ക് നേരെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കൊടുത്തേച്ചാൽ മതി വാട്ട് എവർ ഇസ് യുവർ ഡൗട്ട്. അതിനകത്ത് അത്ര മടി കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സോ ലെറ്റ് us കണ്ടിന്യൂ വിത്ത് ദി MTP2. അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള MTP ഒന്നും അല്ല കേട്ടോ. ഇറ്റ്സ് നോട്ട്. ഇപ്പം ഞാൻ ചില ക്വസ്റ്റൻസ് കാണുമ്പോൾ പറയാറില്ല ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്, കുറച്ച് ട്രിക്കി ക്വസ്റ്റൻസ് ഉണ്ട്. മേ ബി ഒരു ക്വസ്റ്റൻ 2 ക്വസ്റ്റൻ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മളിപ്പോൾ ചെയ്ത എല്ലാ ഇപ്പോൾ ട്രിപ്പിൾ കണ്ടക്ട് ചെയ്ത സീരീസുകളിലൊക്കെ ഈ ക്വസ്റ്റൻസ് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒന്നെങ്കിൽ RTPയിലോ പ്രീവിയസ് സജസ്റ്റഡ് ആൻസേഴ്സിലോ അല്ലെങ്കിൽ നേരത്തെ നടന്ന ഒരു ട്രെൻഡ് അനാലിസിസിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സ് പറഞ്ഞു പോയിട്ടുണ്ട്. സോ വി ഹവ് ഓൾറെഡി സോർട്ടഡ് ദിസ് ഔട്ട്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് മെജോറിറ്റി ഉള്ളത്. പിന്നെ 1-2 ക്വസ്റ്റൻസ് അല്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട്. So I cannot say the series is very difficult. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു MTP ആണെന്നൊന്നും ഐ എം നോട്ട് കമൻറ്റിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ലെറ്റ് us start. Mr. A was running an orphanage. His friend, a philanthropist, agreed to donate 2 lakh for the treatment of a child who was suffering from cancer. So A ഒരു ഓർഫനേജ് റൺ ചെയ്യുമായിരുന്നു. മിസ്റ്റർ എസ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്. 2 lakh rupees ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓൺ എമർജൻസി മിസ്റ്റർ എ ഇൻകേർഡ് 1.5 lakh ഓൺ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. സോ 1.5 lakh അതിനകത്ത് അയാൾക്ക് ചിലവായി. നൗ മിസ്റ്റർ എസ് റെഫ്യൂസ് ടു പേ. അപ്പോൾ ഫ്രണ്ട് ആയിട്ടുള്ള മിസ്റ്റർ എസ് പറഞ്ഞു ഞാൻ പൈസ തരില്ല. വെദർ മിസ്റ്റർ എ കൻ ക്ലെയിം 1.5 lakh ഫ്രം മിസ്റ്റർ എസ് വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872? യെസ്. ചാരിറ്റി എന്നുള്ളൊരു ഗ്രൗണ്ടിൽ ആ പറയുന്ന എഗ്രിമെൻറ്റിനകത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും, അതായത് എസെൻഷ്യൽസിനകത്തെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽ എലിമെൻറ്റ് തന്നെയാണ് കൺസിഡറേഷൻ, തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ എക്സെപ്ഷൻസിനകത്ത് പറയുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ആ കോൺട്രാക്ട് അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ് വാലിഡ് ആയിരിക്കും. സോ ചാരിറ്റി അതിനകത്ത് കവേർഡ് ആണ്. സോ ചാരിറ്റിക്കകത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ എഗ്രിമെൻറ്റ് വാലിഡ് ആണ്. സോ മിസ്റ്റർ എസ് ആ പറയുന്ന പൈസ ആർക്ക് കൊടുക്കണം? മിസ്റ്റർ എക്ക് കൊടുക്കണം. ദ ജനറൽ റൂൾ ഇസ് ദാറ്റ് an agreement made without consideration is void. സോ ജനറൽ റൂൾ നിങ്ങൾ എഴുതുക. പൊതുവെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ് void ആയി മാറും. However, in the following case, the agreement made without consideration will be valid and enforceable. അപ്പോൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും ആ എഗ്രിമെൻറ്റ് വാലിഡ് ആയിരിക്കും,
എൻഫോഴ്സിബിൾ ആയിരിക്കും. അതേതൊക്കെയാണ്? ചാരിറ്റി. ഇഫ് എ പ്രോമിസി അണ്ടർടേക്സ് എ ലയബിലിറ്റി ഓൺ ദ പ്രോമിസ് ഓഫ് ദ പേഴ്സൺ ടു കോൺട്രിബ്യൂട്ട് ടു ചാരിറ്റി. ഒരാൾ ഒരു പ്രോമിസ് എടുത്തിട്ട് പറയാണ് വി വിൽ കോൺട്രിബ്യൂട്ട് ദിസ് ആസ് എ ചാരിറ്റി, അതായത് ഡൊണേഷൻ. നൗ ദർ ദ കോൺട്രാക്ട് ഷാൽ ബി വാലിഡ്. അവിടെ കോൺട്രാക്ട് വാലിഡായി മാറും. ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് മിസ്റ്റർ എ ക്യാൻ ക്ലെയിം 1.5 lakh ഫ്രം മിസ്റ്റർ എസ്. സോ 1.5 lakh എസിൻ്റെ അടുത്തുനിന്ന് ക്ലെയിം ചെയ്തെടുക്കാം. കാരണം ഈ എഗ്രിമെൻറ്റിനകത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും ദിസ് ഇസ് ആൻ എക്സെപ്ഷൻ വേർ കൺസിഡറേഷൻ ഇല്ലാത്ത കേസുകളിലും എഗ്രിമെൻറ്റ് വാലിഡ് ആവുന്ന കേസുകളുണ്ട്. അപ്പോൾ ചാരിറ്റി ഈസ് വൺ ഓഫ് ദോസ് കേസ്. സോ ഈ പറയുന്ന എഗ്രിമെൻറ്റ് വാലിഡ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? എക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ദാറ്റ് ഇസ് ഹൗ യു വിൽ കൺക്ലൂഡ്. So in the light of the above provision, yes, Mr. A can claim 1.5 lakh from Mr. S. That is how you will conclude it. I hope that's clear. Same type of question we have solved in one of the series. Next one, Mr. L let ഇത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? I hope it's clear. കാരണം ഇന്നലത്തെ പോലെ അങ്ങനത്തെ ഒരു ലാഗ് വരണ്ടല്ലോ. ഞാൻ അപ്പോൾ അങ്ങ് ചോദിച്ച് പോവാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇപ്പം തന്നെ അങ്ങ് ചോദിച്ച് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് പോവാം. യു ക്യാൻ ആസ്ക്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സോർട്ടഡ് ഔട്ട് കേട്ടോ. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇൻ വൺ ഓഫ് ദ സീരീസ്. So, okay, we'll continue. Mr. L let out his residential house to Mr. M for 50,000 per month for a period of 1 year. So, Mr. L let out ചെയ്തു residential house M-ന് 50,000 per month ആണ് let out ചെയ്തത്. According to the rent agreement, electricity bill will be paid by Mr. L. So, agreement പ്രകാരം Mr. L ആയിരിക്കും ഇലക്ട്രിസിറ്റി ബില്ല് പേ ഓഫ് ചെയ്യുക. മിസ്റ്റർ എൽ കുഡ് നോട്ട് പേ ദ ഇലക്ട്രിസിറ്റി ഡ്യൂസ് അപ് ടു 5 months. പക്ഷേ മിസ്റ്റർ എല്ലിന് 5 മാസത്തേക്ക് ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാൻ പറ്റിയിട്ടില്ല ഡ്യൂ ടു ഹിസ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്സ്. ദ ഇലക്ട്രിസിറ്റി ബോർഡ് സെൻഡ് ദ നോട്ടീസ് ഓഫ് ദ ഡിസ്കണക്ഷൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് പെയ്ഡ് വിത്തിൻ എ വീക്സ് ടൈം. ഒരാഴ്ചയ്ക്കുള്ളിൽ പൈസ അടച്ചിട്ടില്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ടു അവോയ്ഡ് ഓൾ ഓഫ് ദിസ് മിസ്റ്റർ എം പെയ്ഡ് ദ ഇലക്ട്രിസിറ്റി ബിൽ ഓഫ് 50,000. സോ ഈ ഇലക്ട്രിസിറ്റി ബിൽ ഡിസ്കണക്ഷൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മിസ്റ്റർ എം ആ പറയുന്ന ടെനൻ്റ് ആ പറയുന്ന പൈസ മൊത്തം അടച്ചു. ലേറ്റർ ഓൺ L refused to reimburse 50,000 and argued that he has paid the bill voluntarily because of his own interest. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നീ ഇത് അടച്ചത്, അതുകൊണ്ട് നീ അടച്ച 50,000 രൂപ ഞാൻ നിനക്ക് തരില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്. ഡിസൈഡ് വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 വെദർ മിസ്റ്റർ എം ഇസ് എൻടൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ് ബൈ മിസ്റ്റർ എൽ. എമ്മിന് ഈ പറയുന്ന പൈസ എല്ലിൻ്റെ അടുത്തുനിന്ന് റീഇംബേഴ്സ്മെൻറ്റ് പോലെ മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? സെക്ഷൻ 69 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം എ പേഴ്സൺ ഹു ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് മണി വിച്ച് അനദർ പേഴ്സൺ ഇസ് ബൗണ്ട് ടു പേ. വേറൊരാൾ അടയ്ക്കേണ്ട പൈസ ഒരാൾ അടച്ച് തീർക്കുവാണെന്നുണ്ടെങ്കിൽ you shall reimburse that person. കോസി കോൺട്രാക്ടിനകത്ത് പറയുന്നുണ്ട്. So our same provision, same question we had sorted out. According to section 69 of the Indian Contract Act, a person who is interested in the payment of the money which another person is bound by the law to pay. Where oral adakenda paisa oral adachu തീർക്കുവാണെങ്കിൽ and who therefore pays it is entitled to be reimbursed by the other. മറ്റൊരാൾ ആരാണോ പൈസ അടച്ചത് ആ ആൾക്ക് മറ്റേ ആൾ പൈസ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണം. ഇൻ ദ ഗിവൺ കേസ് എം ആണ് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചത്. ശരിക്കും ഇത് അടക്കേണ്ടിയിരുന്നത് ആരായിരുന്നു? എല്ലായിരുന്നു അടക്കേണ്ടിയിരുന്നത്. പക്ഷേ എല്ലിന് പകരം അത് ആര് കൊടുത്തു തീർത്തു? എം കൊടുത്തു തീർത്തു. എല്ലിന് പറയാൻ പറ്റുമോ ഐ വിൽ നോട്ട് പേ ദ 50,000, നീ വോളണ്ടറി നിന്റെ ഇഷ്ടപ്രകാരം ചെയ്തത് ഐ വിൽ നോട്ട് പേ ഇറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഇൻ ദ ഗിവൺ കേസ് എം പെയ്ഡ് ദ ഇലക്ട്രിസിറ്റി ബിൽ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ഡിസ്കണക്ഷൻ ദാറ്റ് വാസ് പെൻഡിങ് ടു മിസ്റ്റർ എൽസ് ഫെയിലിയർ ടു ഫുൾഫിൽ ദ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ. ഹെൻസ് മിസ്റ്റർ എം ഇസ് എൻടൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ് 50,000 ഫ്രം മിസ്റ്റർ എൽ. സോ ഈ 50,000 രൂപ എമ്മിന് ആറടുത്തുനിന്ന് റീഇംബേഴ്സ്മെൻറ്റ് മേടിച്ചെടുക്കാം, എല്ലിൻ്റെ അടുത്തുനിന്ന് റീഇംബേഴ്സ്മെൻറ്റ് മേടിച്ചെടുക്കാം. അതാണ് ചോദ്യം. എമ്മിന് ഈ പറയുന്ന പൈസ റീഇംബേഴ്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുമോ? എല്ലിൻ്റെ അടുത്തുനിന്ന് മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? യെസ്, ഒരു കുഴപ്പവും ഇല്ല. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നേരത്തെ സീരീസ് കണ്ട കുട്ടികളാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ? Going for the next one, XYZ Limited was incorporated to hold the patent for a new product. XYZ എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഒരു പേറ്റൻറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ പേറ്റൻറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട്. ദ കമ്പനി ഈസ് എക്സ്പെക്ടിങ് ടു സ്റ്റാർട്ട് ഇറ്റ്സ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വിത്തിൻ ദ നെക്സ്റ്റ് 2 years. ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല കമ്പനി. അടുത്ത 2 വർഷത്തിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പേറ്റൻറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് വേറെ ആരും കൊണ്ടുപോകാതിരിക്കാനായിട്ട് അല്ല പ്രൊഡ്യൂസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ആ പേറ്റൻറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി കമ്പനി തുടങ്ങി വെച്ചേ ഉള്ളൂ. ഇപ്പോൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഇല്ല, അടുത്ത 2 വർഷത്തിനുള്ളിലേ വരുള്ളൂ.
In the meanwhile, for timely installation, proper installation നടത്താൻ വേണ്ടിയിട്ട് company has placed a purchase order for a plant and machinery with a down payment of 1 CR. So ഒരു plant and machineryക്ക് ഓർഡർ കൊടുത്തു, worth 1 CR ആണ് അവർ ആ പറയുന്ന plant and machineryക്ക് ഓർഡർ കൊടുത്തത്. Referring to the provisions of Companies Act 2013, examine whether the company can go for acquiring the status of a dormant company. ഈ പറയുന്ന കമ്പനിക്ക് dormant കമ്പനിയുടെ സ്റ്റേറ്റസ് എക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും. എടാ 455 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരം എടുത്തു പറയുന്നുണ്ട്, നിങ്ങളൊരു ഇനാക്റ്റീവ് കമ്പനിയാണ്, അതായത് നിങ്ങളുടെ കമ്പനിയിൽ ഒരു തരത്തിലുള്ള ഓപ്പറേഷൻസും നടക്കുന്നില്ല, സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒന്നും കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്നില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സോ ആനുവൽ റിട്ടേണോ ഒന്നും ഫയൽ ചെയ്യുന്നില്ല. ഈ പറയുന്ന ഇനാക്റ്റീവ് കമ്പനിക്ക് ആരടുത്ത് പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം, ROCക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇനാക്റ്റീവ് സ്റ്റേറ്റസ് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കമ്പനി എന്തായി മാറും? ഡോമന്റ് കമ്പനിയായിട്ട് മാറും. അവിടെ ഒരു തരത്തിലുള്ള സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നടക്കാൻ പാടില്ല. അപ്പോൾ ഈ പറയുന്ന ഡോർമന്റ് കമ്പനിയുടെ കോൺസെപ്റ്റ് എന്താണ്? ഈ കമ്പനി തുടങ്ങുന്നത് ഒരു ഫ്യൂച്ചർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടോ, ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാനായിട്ടോ, ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എക്വയർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനായിട്ടോ ഒക്കെ ആയിരിക്കും ഈ പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡോർമന്റ് കമ്പനി. സോ ക്വസ്റ്റൻ പറയുന്നുണ്ട്, അവരൊരു പേറ്റന്റ്, ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ പേറ്റന്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത 2 വർഷത്തേക്ക് പ്രൊഡക്ഷനും ഇല്ല, ഒരു കുഴപ്പമില്ലാതെ പോകുമായിരുന്നു അവിടം വരെ. അത് കഴിഞ്ഞിട്ട് അവർ പറയുവാണ് പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ, ടൈംലി ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി അവർ ഓർഡർ ചെയ്യുകയാണ്. അതൊരു സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കമ്പനിക്ക് ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റസ് അപ്ലൈ ഇനാക്റ്റീവ് കമ്പനി ആണെന്നും പറഞ്ഞ് ആ സ്റ്റേറ്റസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ROCക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റൂ ഇല്ല. സോ ഈ കമ്പനിക്ക് ഡോമന്റ് കമ്പനിയുടെ സ്റ്റേറ്റസ് കിട്ടൂ ഇല്ല. So 455 എഴുതണം. Section 455 of the Companies Act 2013 പ്രകാരം where a company is formed and registered under this act for a future project ആകാം, ഒരു സെറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാകാം, ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാകാം, സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നടക്കാൻ പാടില്ല. ആ പറയുന്ന കമ്പനി അല്ലെങ്കിൽ ഇനാക്റ്റീവ് കമ്പനിക്ക് ROCക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് സ്റ്റേറ്റസ് ഓഫ് എ ഡോമന്റ് കമ്പനി ഒബ്റ്റെയിൻ ചെയ്യാം. ഇവിടെ ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷേ എന്ത് നടന്നിട്ടുണ്ട്? സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. എന്താണ് സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ? ദാറ്റ് ഇസ് ഡൗൺ പേയ്മെൻറ്റ് ഓഫ് 1 CR ഫോർ അക്വിസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അതുകൊണ്ട് തന്നെ XYZ ലിമിറ്റഡ് cannot acquire the status of a dormant company. ഈ പറയുന്ന കമ്പനിക്ക് ഡോമന്റ് കമ്പനിയുടെ സ്റ്റേറ്റസ് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ അഗൈൻ വി ഹാഡ് ഓൾറെഡി സോർട്ടഡ് ഔട്ട്. ഇതൊക്കെ നിങ്ങൾക്കൊരു റിവിഷനാണ്. ഇന്നലെ ഒരു കുട്ടി ചോദിച്ചിരുന്നു, 1-2 സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു 3 to 4 മാർക്സ് എങ്ങനെയൊക്കെ തന്നെ വെയിറ്റേജ് ആവും. MTP അവർ ഇട്ടേക്കുന്നുണ്ടോ 3-4 മാർക്സിനൊക്കെ തന്നെയാണ് വെയിറ്റേജ് വന്നേക്കുന്നത്. സോ നമുക്ക് JAN'25 അങ്ങനെ തന്നെ വരണം എന്നല്ല പറയണേ. ഇറ്റ് കുഡ് ബി എ കോമ്പിനേഷൻ. അതായത് കുറച്ച് അതായത് 50-50 പോലെ 50% ഓഫ് യുവർ മാർക്സ് കുഡ് ബി ലൈക്ക് 7 മാർക്സ് 6 മാർക്സ് അങ്ങനെ വന്നിട്ട് ബാക്കി 50% കുഡ് ബി സ്മോൾ മാർക്സ് അങ്ങനെയും ആവാം. ഓക്കെ, സോ ദർ ആർ ഹൈ ചാൻസസ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വരാനാണ് JAN'25. September 24 പോലെ ഒത്തിരി മാർക്ക് കുറച്ച് അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വി ഡോണ്ട് നോ, ബട്ട് സ്റ്റിൽ ഐ ഫീൽ എ കോമ്പിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. മൈക്ക് LLC ഇൻകോർപ്പറേറ്റഡ് ഇൻ സിംഗപ്പൂർ ഹാവിംഗ് എൻ ഓഫീസ് ഇൻ പൂനെ. അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത സിംഗപ്പൂരിലാണ്, പൂനെയിലാണ് അതിനൊരു ഓഫീസ് ഉള്ളത്, ഇന്ത്യയിൽ. അനലൈസ് വെദർ മൈക്ക് LLC വുഡ് ബി കോൾഡ് ആസ് എ ഫോറിൻ കമ്പനി ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് എ ഫോറിൻ കമ്പനി. 2 Clause 42 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനി വിച്ച് ഇസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ആൻഡ് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അതിന് ബിസിനസ് ചെയ്യാനായിട്ടൊരു പ്ലേസ് ഉണ്ടായിരിക്കണം. അത് സ്വന്തമായിട്ടാകാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫിസിക്കൽ ഓഫീസ് ആകാം, ഓർ ത്രൂ എൻ ഏജൻറ്റ് ആകാം, ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ കമ്പനി നമ്മൾ വിളിക്കുന്ന പേര് ഫോറിൻ കമ്പനി. ഈ പറയുന്ന കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സിംഗപ്പൂരിലാണ്, വിച്ച് ഇസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഹാവിംഗ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. അപ്പോൾ അത് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ പൂനെയിലുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടോ ഏജൻറ്റ് വഴിയോ ഇലക്ട്രോണിക് മോഡ് വഴിയോ എങ്ങനെ ഉണ്ടെങ്കിലും വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഫോറിൻ കമ്പനി. സോ ഡെഫിനറ്റ്ലി പൂനെയിൽ അതിനൊരു ഓഫീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഫോറിൻ കമ്പനി എന്ന് വിളിക്കാം. സോ ഫോറിൻ കമ്പനിയുടെ മീനിങ് ആദ്യം കൊടുക്കുക. 2 Clause 42 പ്രകാരം foreign company means a company, any company or body corporate incorporated outside India and which has a place of business in India, whether by itself or through an agent, physically or through electronic mode, and conducts a business activity in India in any other manner. വേറെ ഏതെങ്കിലും രീതിയിൽ ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിൽ ചെയ്താൽ പോലും അതിനെ ഫോറിൻ കമ്പനി ആയിട്ടേ കാണുള്ളൂ. ആസ് മൈക്ക് LLC is incorporated in Singapore, having a place of business in Pune, it is a foreign company. പുറത്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്തത്, ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ട് തന്നെ വിളിക്കാം? ഫോറിൻ കമ്പനി ആയിട്ട് തന്നെ വിളിക്കാം. These are all easy questions. I hope ഇവിടം വരെ all clear ആണ്. All clear? Okay, going for the next one.
State the modes by which a partner may transfer his interest in the firm in which favor of another person under the Indian Partnership Act 1932. What are the rights of such transferee? The same question we had put in yesterday's triple I mock exam, and I also told in the class it's a very, very important area. Section 29 of the Indian Partnership Act. Repeated question ആണെന്ന് പറയുന്നു. ഇന്നലെ ട്രിപ്പിൾ ഐ കണ്ടക്ട് ചെയ്ത മോക്ക് എക്സാമിനകത്തും അതുണ്ടായിരുന്നു. നമുക്ക് പോവാം. Section 29 of the Indian Partnership Act provides a share in a partnership firm is transferable like any other property. സാധാരണ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പാർട്ട്ണറിന് അയാളുടെ ഷെയർ, പാർട്ട്ണർഷിപ്പിനകത്തുള്ള ഷെയർ അയാൾക്ക് സാധാരണ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെ ആ ഷെയർ വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് ആസ് പെർ ദ പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പ് ഇസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ കോൺഫിഡൻസ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആൾക്കാർ പാർട്ട്ണർഷിപ്പിലാകുന്നത് മ്യൂച്വൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായതുകൊണ്ട് ദ അസൈനി ഓഫ് എ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ്, അതായത് ഈ ഷെയർ കിട്ടുന്ന ആൾ ട്രാൻസ്ഫറി അല്ലെങ്കിൽ അസൈനി ഓഫ് എ പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ബൈ സെയിൽ, മോർഗേജ് ഓർ അതർവൈസ് കനോട്ട് എൻജോയ് ദ സെയിം റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് എ ഒറിജിനൽ പാർട്ട്ണർ. ഒരു ഒറിജിനൽ പാർട്ട്ണർ എൻജോയ് ചെയ്യുന്ന അതേ റൈറ്റ്സ്, അതേ പ്രിവിലേജസ് ഒരിക്കലും അസൈനി അല്ലെങ്കിൽ ട്രാൻസ്ഫറിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വൽ കോൺഫിഡൻസ് ആണ്. ഐ ഹോപ്പ് യു ഗോട്ട് ദ വേർഡ്സ്. സോ സാധാരണ പ്രോപ്പർട്ടി പോലെ തന്നെ ഷെയർ ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഫേം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തേക്കുന്നത് മ്യൂച്വൽ കോൺഫിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു അസൈനി അല്ലെങ്കിൽ ട്രാൻസ്ഫറി ആ പാർട്ട്ണർഷിപ്പിൻ്റെ ഷെയർ ബൈ സെയിലോ മോർഗേജോ കിട്ടുമ്പോൾ ഒരു പാർട്ട്ണറിന് കിട്ടുന്ന അതേ റൈറ്റ്സ് പ്രിവിലേജസ് ഒന്നും അസൈനി അല്ലെങ്കിൽ ട്രാൻസ്ഫറിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തൊക്കെ റൈറ്റ്സ് ഒരു ട്രാൻസ്ഫറിക്ക് എൻജോയ് ചെയ്യാം? ദ റൈറ്റ്സ് ഓഫ് എ ട്രാൻസ്ഫറി ആർ ആസ് ഫോളോസ്. പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോകുവാണെങ്കിൽ, അതായത് XYZ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, ഇസഡ് ആണ് ആ പറയുന്ന ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എക്സും വൈയും ആ പാർട്ട്ണർഷിപ്പ് ഫോം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അവർ ഡിസോൾവ് ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സച്ച് ട്രാൻസ്ഫറി, അപ്പോൾ XYZ 3 പാർട്ട്നേഴ്സ്, ഇസഡ് അത് മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ ഇസഡ് ഇസ് എ ട്രാൻസ്ഫറർ ആൻഡ് മിസ്റ്റർ എ ഇസ് എ ട്രാൻസ്ഫറി. സോ ട്രാൻസ്ഫർ ആയിട്ടുള്ള മിസ്റ്റർ എക്ക് എന്തൊക്കെ റൈറ്റ്സ് എൻജോയ് ചെയ്യാം? എക്സും വൈയും അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇസ് എൻടൈറ്റിൽ ടു ഇൻറ്റർഫെയർ ഇൻ ദ ഇസ് നോട്ട് എൻടൈറ്റിൽ ടു ഇൻറ്റർഫെയർ ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. എക്സും വൈയും അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ മിസ്റ്റർ എക്ക് ആ പറയുന്ന ബിസിനസ്സിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അക്കൗണ്ട്സ് ചോദിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്ലീസ് റിമെമ്പർ, ഇസ് നോട്ട് എൻടൈറ്റിൽഡ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എൻടൈറ്റിൽ. ഹി ഈസ് ഓൺലി എൻടൈറ്റിൽ ടു റിസീവ് ദ ഷെയർ ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ട്രാൻസ്ഫറിംഗ് പാർട്ട്ണർ ആൻഡ് ഇസ് ബൗണ്ട് ടു ആക്സെപ്റ്റ് ദ പ്രോഫിറ്റ്സ് ആസ് അഗ്രീഡ് ബൈ ദ പാർട്ട്നേഴ്സ്. എന്താണോ ആ പറയുന്ന പ്രോഫിറ്റ് അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അതായത് ഇസഡിന് കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റ് എന്താണോ ആ പ്രോഫിറ്റ് മാത്രം മിസ്റ്റർ എക്ക് ചോദിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അക്കൗണ്ട്സ് ചാലഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അയാളുടെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് മാറും. മിസ്റ്റർ എ എന്ന് പറയുന്ന ട്രാൻസ്ഫറിയുടെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് മാറും ഓൺ രണ്ട് കേസിൽ. ഒന്നെങ്കിൽ ആ ഫേം ഡിസോൾവ് ആയി പോവാണ്, എക്സും വൈയും കൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നില്ല, ദേ ഗോയിങ് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഓഫ് ദ ട്രാൻസ്ഫറിംഗ് പാർട്ട്ണർ, ഇസഡ് അവിടുന്ന് റിട്ടയർ ചെയ്ത് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ റൈറ്റ് എന്തൊക്കെയായിരിക്കും? ദ ട്രാൻസ്ഫറി വിൽ ബി എൻടൈറ്റിൽ against the remaining partner, Mr. A, against X and Y എന്തൊക്കെ കിട്ടും? to receive the share of the assets of the firm. എന്തായിരുന്നോ ആ പറയുന്ന റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർ കിട്ടേണ്ടിയിരുന്ന അസറ്റ്സ് സെറ്റ് മൊത്തം ട്രാൻസ്ഫറിക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഫോർ ദ പർപ്പസ് ഓഫ് അസറ്റൈനിങ് ദ ഷെയർ, ആ ഷെയർ അസറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് അക്കൗണ്ട്സ് എന്താണെന്ന് വെച്ചാൽ ചോദിച്ച് മേടിക്കാനും പറ്റും. അതുപോലെ ഇനിയും ഈ മിസ്റ്റർ എ എന്ന് പറയുന്ന ട്രാൻസ്ഫറിനെ പാർട്ട്ണർ ആക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. വിത്ത് ദ കൺസേൺ ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, എക്സ് ആൻഡ് വൈ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് മിസ്റ്റർ എനെ, അതായത് ട്രാൻസ്ഫറിനെ പാർട്ട്ണർ ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓൾവേസ് റിമെമ്പർ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഇസ് നോട്ട് വിത്ത് ദ കൺസേൺ ഓഫ് മെജോറിറ്റി പാർട്ട്നേഴ്സ്, ഇറ്റ് ഇസ് വിത്ത് ദ കൺസേൺ ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. ഇപ്പോൾ എക്സ് ആൻഡ് വൈൻ്റെ കേസിൽ മെജോറിറ്റി നമുക്ക് ആകെ രണ്ട് പേരേ ഉള്ളൂ. വാട്ട് ഇഫ് എക്സ് വൈ ഇസഡ് CDE അങ്ങനെ കുറേ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. മെജോറിറ്റി ആണോ അഡ്മിഷൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക? അല്ല, ഇറ്റ് ഇസ് ഓൾ പാർട്ട്നേഴ്സ്. ബൈ ദ വിർച്യൂ ഓഫ് സെക്ഷൻ 31, no person can be introduced as a partner in a firm without the consent of all the partners. A partner cannot, by transferring his own interest, make anybody else a partner in his place. ഷെയർ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ അവിടുത്തെ പാർട്ട്ണർ ആകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് മാറുന്നത്. ഓർത്തോണം, രണ്ട് രീതി വേണം എഴുതാൻ. ഫേം കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഡിഫറൻ്റ് ആയിരിക്കും. ഫേം ഡിസോൾവ് ആകുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിംഗ് പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകുമ്പോഴോ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഡിഫറൻ്റ് ആയിരിക്കും. അത് രണ്ടായിട്ട് തന്നെ എഴുതുക. അഡ്മിഷൻ ക്യാൻ ബി മെയ്ഡ് ഓൺലി വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. A partner's interest in the partnership can be regarded as an existing interest and tangible property which can be assigned. സാധാരണ പ്രോപ്പർട്ടി പോലെ തന്നെ അതിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു ടാഞ്ചിബിൾ പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് ലോ അതിനെ കാണുന്നത്. ക്ലിയർ അല്ലേ? സെയിം ക്വസ്റ്റൻ ഐ സെഡ് യെസ്റ്റർഡേ ആസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തെങ്കിലും ഉണ്ടോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്.
Okay, so let us continue. Next one. Sony, a friend of Priya, wanted to buy her two-wheeler. Priya agreed to sell. Sony, a friend of Priya, wanted to buy her two-wheeler. So Priya agreed to sell. Priya parno, I'm okay to sell her. I'm okay to sell my two-wheeler to Sony, and it was decided that price of a two-wheeler will be fixed by Priya's father. So ഒരു തേർഡ് പേഴ്സൺ ആണ് ആ പറയുന്ന പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഹൂ ഇസ് എൻ ഓട്ടോ ഡീലർ. സോ ഓട്ടോമൊബൈൽസ് ഡീൽ ചെയ്തിട്ട് പരിചയമുള്ള ഒരാളാണ് പ്രിയാസ് ഫാദർ. പ്രിയ ഇമീഡിയറ്റ്ലി ഹാൻഡ് ഓവർ ദ കീസ് ടു സോണി. സോ പ്രിയ അപ്പം തന്നെ കീസ് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്? സോണിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഹൗഎവർ പ്രിയാസ് ഫാദർ റെഫ്യൂസ് ടു ഫിക്സ് എ പ്രൈസ് ഹാസ് ഹി ഡിഡ് നോട്ട് വോണ്ട് പ്രിയ ടു സെൽ ഹർ വെഹിക്കിൾ. സോ പ്രിയയുടെ ഫാദറിന് താല്പര്യമില്ലായിരുന്നു ഈ പറയുന്ന സ്കൂട്ടർ വിൽക്കുന്നതിനെ പറ്റി. ഹി വാസ് നോട്ട് വെരി for the idea. So പുള്ളിക്കാരൻ ആ പറയുന്ന മറ്റേ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്തു. പ്രിയ എക്സ്പ്രസ് ഹർ ഇന്നബിലിറ്റി ടു സെൽ ദ ടു വീലർ ടു സോണി. അതിപ്പോൾ പ്രിയ പറഞ്ഞു, സോണി എനിക്ക് പറയുന്ന ടു വീലർ വിൽക്കാൻ പറ്റില്ല, ബിക്കോസ് മൈ ഫാദർ ഇസ് നോട്ട് ഓക്കെ വിത്ത് ദ ഡിസിഷൻ ഓഫ് സെല്ലിംഗ് ദ ടു വീലർ ആൻഡ് ആസ് ഫോർ റിട്ടേൺ, ബട്ട് സോണി റെഫ്യൂസ് ടു റിട്ടേൺ ദ സെയിം എന്ന് പറഞ്ഞാൽ കീ ഹാൻഡ് ഓവർ നടന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ക്യാൻ പ്രിയ ടേക്ക് ബാക്ക് ദ വെഹിക്കിൾ ഫ്രം സോണി. ആ പറയുന്ന പ്രിയയ്ക്ക് സോണിയുടെ അടുത്തുനിന്ന് ആ വെഹിക്കിൾ തിരിച്ചു മേടിക്കാൻ വേണ്ടി പറ്റുമോ? വിൽ യുവർ ആൻസർ ബി ഡിഫറെൻറ്റ് ഇഫ് പ്രിയ ഹാഡ് നോട്ട് ഹാൻഡ് ഓവർ ദ വെഹിക്കിൾ ടു സോണി? സോണിക്ക് വെഹിക്കിൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. വെരി സിമിലർ ക്വസ്റ്റൻ എഗെയിൻ. കണ്ടോ, നിങ്ങളൊരു ഞാൻ പറഞ്ഞില്ലേ കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു 7 മാർക്ക് ക്വസ്റ്റൻ വന്നതുണ്ടോ? സോ ഇന്നലെ നമ്മൾ ഇതേപോലെ മോക്ക് എക്സാമിനകത്ത് വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് ഡെലിവറി ആൻഡ് പ്രീവിയസ് ഒരു സീരീസിനകത്ത് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് സെക്ഷൻ 9 and 10. സോ ഒരു കോമ്പിനേഷൻ ക്വസ്റ്റൻ പോലെ ഇന്നലത്തെ മോക്കിൽ നിന്നും ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നേരത്തെ ഡിസ്കസ് ചെയ്ത പണ്ടെന്ന് പറഞ്ഞാൽ ഇതേ സീരീസിൽ JAN'25 എക്സാം സീരീസിൽ ഡിസ്കസ് ചെയ്ത് ഒരു MTP RTP ഏതൊരു സീരീസിനകത്ത് ദിസ് ക്വസ്റ്റൻ വാസ് ഓൾസോ ദർ. സോ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ. ഓക്കെ, അസർടൈൻമെൻറ്റ് ഓഫ് പ്രൈസിനെ പറ്റി നിങ്ങൾ എഴുതണം. അതായത് ബൈ വെർച്യൂ ഓഫ് സെക്ഷൻ 9 ദ പ്രൈസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി ഫിക്സഡ് ബൈ എ കോൺട്രാക്ട്. പ്രൈസ് ഒരു കോൺട്രാക്ട് പ്രകാരം നമുക്ക് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വാല്യൂവർ ഒരു തേർഡ് പേഴ്സണെ കൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഡിറ്റർമൈൻഡ് ബൈ ദ കോഴ്സ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. കോഴ്സ് ഓഫ് ഡീലിംഗ് വഴി പാർട്ടീസിന് വേണമെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ തീരുമാനിക്കാം. സോ ബൈ കോൺട്രാക്ട്, ബൈ വാല്യൂവർ ഓർ ബൈ കോഴ്സ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. സോ വേറൊരാളാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. സെക്ഷൻ 10 ആണ് അവിടെ പിക്ചറിലോട്ട് വരിക. When there is an agreement to sell goods on the terms set, price is to be fixed by a third party. Third party either does not or cannot make such valuation, the agreement is thereby avoided. ഈ പറയുന്ന തേർഡ് പാർട്ടിക്ക് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, ആ വാല്യൂവേഷൻ നടത്താൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ് തന്നെ എന്തായി പോയി? വോയിഡ് ആയിപ്പോയി. ഹൗഎവർ a buyer who has received and appropriated the goods must pay a reasonable price for them. അപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ ഇടയ്ക്ക് പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്തതിന് മുന്നേ തന്നെ അയാൾക്ക് ആ പ്രൈസ് ആ പറയുന്ന ഗുഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ഗുഡ്സിന് ഒരു റീസണബിൾ പ്രൈസ് കൊടുത്തിരിക്കണം. സോ ദ കീ വേർഡ് ഇസ് റീസണബിൾ പ്രൈസ്. ബയറിന് ഓൾറെഡി റിസീവ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റഡ് ആണെങ്കിൽ റീസണബിൾ പ്രൈസ് കൊടുക്കാം. തേർഡ് പാർട്ടി പ്രിവെൻറ്റഡ് ആണ് ഫ്രം മേക്കിംഗ് ദ വാല്യൂവേഷൻ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റാഞ്ഞത് ബിക്കോസ് ഏതോ ഒരു പാർട്ടി ഡിഫോൾട്ട് വരുത്തി. ഒന്നെങ്കിൽ ബയർ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ സെല്ലർ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണമായിരുന്നു. കൊടുക്കേണ്ടിയിരുന്ന ആൾക്കാർ ഡീറ്റെയിൽസ് കൊടുക്കാത്തത് കൊണ്ടാണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള വാല്യൂവിനെ ഫിക്സ് ചെയ്യാൻ പറ്റാഞ്ഞത്. സോ ആരാണ് ഡിഫോൾട്ട് വരുത്തിയത് അവർ വേണം അതിന് കോമ്പൻസേഷൻ കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണ് നേരത്തെ സീരീസിൽ ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡാമേജ് ക്ലെയിം ചെയ്തെടുക്കാം. ഇത് നമ്മൾക്ക് ഫസ്റ്റ് കേസാണ്. സോ ഫസ്റ്റ് കേസിനകത്ത് വാല്യൂവറിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ്. സെക്കൻഡ് കേസിനകത്ത് വാല്യൂവറിന് അത് ഫിക്സ് ചെയ്യാൻ പറ്റാഞ്ഞത് either whoever was supposed to provide the information did not provide the information. ഇവിടെ അതല്ല സംഭവിച്ചേക്കുന്നത്. വാല്യൂവർ, അതായത് ദിസ് പ്രൈസ് was supposed to be fixed by പ്രിയാസ് ഫാദർ. പ്രിയയുടെ ഫാദർ ആയിരുന്നു ഫിക്സ് ചെയ്യേണ്ടിയിരുന്നത്. പ്രിയയുടെ ഫാദറിന് താല്പര്യമില്ലായിരുന്നു ഈ പറയുന്ന സ്കൂട്ടർ വെക്കുന്നതിനെ പറ്റി. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാതിരുന്നത്. സോ ദിസ് ഇസ് എ ഫസ്റ്റ് പോയിന്റ് റിലേറ്റഡ് ആണ്. സോ ഇൻ ദ ഗിവൺ കേസ് പ്രിയ ഹാൻഡ് ഓവർ ചെയ്തിരുന്നു ഓൾറെഡി കേസ്. അവിടെ എന്ത് ഡെലിവറി നമുക്ക് നടന്നു എന്ന് പറയാം? സിംബോളിക് ഡെലിവറി നടന്നു നമുക്ക് പറഞ്ഞൂടെ. ആൻഡ് ഇറ്റ് വാസ് ഡിസൈഡഡ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് ദ വെഹിക്കിൾ വിൽ ബി ഫിക്സ് ബൈ പ്രിയാസ് ഫാദർ. ഹൗഎവർ പ്രിയാസ് ഫാദർ refused to fix the price as he did not want Priya to sell. As the keys have been already handed over to Sony, Priya cannot take back the keys from Sony and Sony shall pay a reasonable price. Please mention about symbolic delivery as well. കീ ഹാൻഡ് ഓവർ നടന്നിട്ടില്ലേ? പ്ലീസ് റൈറ്റ് അബൌട്ട് സിംബോളിക് ഡെലിവറി ആസ് വെൽ. കാരണം കീ ഹാൻഡ് ഓവറിങ്ങിനെ പറ്റി പറയാത്ത സിംബോളിക് ഡെലിവറി ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നത് നല്ലതാണ്. അടുത്തത്, ഇഫ് പ്രിയ ഹാഡ് നോട്ട് ഹാൻഡഡ് ഓവർ, ആ സിംബോളിക് ഡെലിവറി നടന്നില്ലായിരുന്നുവെങ്കിൽ ദ കോൺട്രാക്ട് കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ് ആസ് പ്രിയാസ് ഫാദർ റെഫ്യൂസ് ടു ഫിക്സ് എ പ്രൈസ് ഓഫ് ദ വെഹിക്കിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യായിരുന്നു. കാരണം കോൺട്രാക്ട് തന്നെ വോയിഡ് ആയിപ്പോയി. കാരണം പ്രൈസ് ടു ബി ഫിക്സ് ബൈ എ തേർഡ് പാർട്ടി അത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എഗ്രിമെൻറ്റ് വോയിഡ് ആയിപ്പോയി എന്നാണ് പറഞ്ഞത്. എഗ്രിമെൻറ്റ് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഹാൻഡ് ഓവറിംഗ് ഓഫ് കീ നടന്നു, അവിടെ സിംബോളിക് ഡെലിവറി നടന്നു ഫസ്റ്റ് കേസിൽ. അതുകൊണ്ടാണ് കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ തിരിച്ചത് ചോദിച്ചെടുക്കാൻ പറ്റില്ല. സെക്കൻഡ് കേസിൽ കീ ഹാൻഡ് ഓവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ കേസിൽ എഗ്രിമെൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നോ പ്രോബ്ലം. So that is a question. Combination of പണ്ട് ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റനും പ്ലസ് yesterday's mock exam question, symbolic delivery. Please write about symbolic delivery also.
ഓക്കെ അല്ലേ? OPC September 24, June 2024 and one more series this question had come. OPC അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു. OPC മേ നോട്ട് കം, രണ്ടുതവണ ചോദിച്ചു. ഒരു സീരീസിനകത്ത് വന്നിട്ടുണ്ട്, അറിയില്ല. ഒരു അറ്റംപ്റ്റിൽ ഇറ്റ് 7 മാർക്സ്, മറ്റേ അറ്റംപ്റ്റിൽ ഇറ്റ് 4+3, അതായത് ഒറ്റടിക്ക് 7 പിന്നെ അടുത്ത അറ്റംപ്റ്റിൽ 4+3 ആയിട്ടാണ് വന്നത്. So define OPC, state the rules regarding its membership. Can it be converted into a not-profit company under Section 8 or a private company? എടാ 1% കമ്പനിയെ പറ്റി 2 clause 62 പറഞ്ഞേക്കുന്നത് എന്താണെന്ന് എഴുതുക. സെക്ഷൻ 3 ജസ്റ്റ് മെൻഷൻ ചെയ്ത് എഴുതുക. റൂൾ 3 അതിനകത്ത് മെൻഷൻ ചെയ്ത് എഴുതുക. പ്രൊവിഷൻ, ക്യാൻ ഇറ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു എ സെക്ഷൻ 8 കമ്പനി? ഇറ്റ് കെ നോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു എ സെക്ഷൻ 8 കമ്പനി. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസും ചെയ്യരുത്. സോ ചാരിറ്റബിൾ പർപ്പസിന് സ്റ്റാർട്ട് ചെയ്യരുത്, ചാരിറ്റബിൾ പർപ്പസിനോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റില്ല. ശരി, പ്രൈവറ്റ് കമ്പനിയോ ഒരു പബ്ലിക് കമ്പനിയായിട്ടോ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. So 2 clause 62 prakaram the act defines 1% company as a company which has only 1 person as a member, or ഒറ്റ person മാത്രമേ മെമ്പർ ആയിട്ടുള്ളൂ. ആ പറയുന്ന കമ്പനി പറയുന്നതാണ് 1% കമ്പനി. പിന്നെ ഇവിടെ റൂൾ 3 ആണ് പറഞ്ഞേക്കുന്നത്, ഓൺലി 1 person ആസ് എ മെമ്പർ. മെമ്മോറാൻഡം ഓഫ് OPCക്കകത്ത് ഈ കോമൺ ആയിട്ട് ഞാൻ പറയുകയാണ്, ഷാൽ ഇൻഡിക്കേറ്റ് ദ നെയിം ഓഫ് ദ അതർ പേഴ്സൺ. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഷാൽ ഇൻഡിക്കേറ്റ് ദ നെയിം ഓഫ് ദ നോമിനി, അങ്ങനെ എഴുതിയാൽ മതി. അതർ പേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? നോമിനിയാണ്. സോ ദ മെമ്മോറാൻഡം ഓഫ് OPC ഷാൽ ഇൻഡിക്കേറ്റ് ദ നെയിം ഓഫ് ദ നോമിനി ഹൂ ഷാൽ ഇൻ ദ ഈവൻറ്റ് ഓഫ് ദ സബ്സ്ക്രൈബേഴ്സ് ഡെത്ത്. സബ്സ്ക്രൈബറിൻ്റെ ഡെത്തിൻ്റെ ശേഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡെത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ അയാളുടെ ഇൻകപ്പാസിറ്റി ടു കോൺട്രാക്ട് വരുന്ന സമയത്തോ ദ നോമിനി ഷാൽ ബിക്കം ദ മെമ്പർ. ഈ പറയുന്ന നോമിനി അയാളുടെ റിട്ടേൺ കൺസെൻറ്റ് കൊടുത്തിട്ട് മാത്രമേ അവിടെ നോമിനി ആവാൻ വേണ്ടി പറ്റുള്ളൂ. ഈ റിട്ടേൺ കൺസെൻറ്റ്, ഈ മെമ്മോറാൻഡം, ഈ ആർട്ടിക്കിൾസ് ROCക്ക് ഫയൽ ചെയ്യുമ്പോൾ അതും കൂടെ അയാളുടെ ഡീറ്റെയിൽസും കൂടെ കൊടുത്തിരിക്കണം. ഈ പറയുന്ന മറ്റേ നോമിനിക്ക് എപ്പോൾ വേണമെങ്കിലും അയാളുടെ കൺസെൻറ്റ് വിഡ്രോ ചെയ്യാം, ഒരു കുഴപ്പമില്ല, റൈറ്റ് ടു വിഡ്രോ. മെമ്പറിന് വേണമെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന നോമിനിയുടെ പേര് മാറ്റാം. സോ നോമിനി റിട്ടേൺ കൺസെൻറ്റ് കൊടുത്തിട്ട് മാത്രമേ മറ്റേ ആ OPCയുടെ നോമിനി ആവാൻ പാടുള്ളൂ. ആ റിട്ടേൺ കൺസെൻറ്റ് വിഡ്രോ ചെയ്തിട്ട് നോമിനിഷിപ്പിൽ നിന്ന് വേണമെങ്കിൽ മാറിപ്പോകാം. അല്ല മെമ്പറിന് നോമിനിയുടെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ മെമ്പറിന് വേണമെന്നുണ്ടെങ്കിലും നോമിനിയുടെ പേര് മാറ്റാം. ഇങ്ങനെ നോമിനിയുടെ പേര് മാറ്റുന്നത് ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറാൻഡം അല്ല. ഷാൽ നോട്ട് ബി ഡീം ടു ബി എ ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറാൻഡം. അടുത്ത പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് കേസ് ബേസ് ക്വസ്റ്റൻ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു കേസ് ബേസ് ക്വസ്റ്റൻ ഒരു സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. സോ ഒരു നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഓർ അതർവൈസ് ആകാം. റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 120 days നിന്ന ആളായിരിക്കണം. അയാൾക്ക് OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാം, നോമിനി ഓഫ് OPC ആകാം. ഒരു പേഴ്സണും അറ്റ് എ ടൈം മോർ ദൻ 1 OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ അറ്റ് എ ടൈം മോർ ദൻ 1 OPCയുടെ നോമിനി ആവാനും പറ്റില്ല. ഒരു മൈനറിന് ഒരിക്കലും മെമ്പർ ആവാനും പറ്റില്ല, നോമിനി ആവാനും പറ്റില്ല. അടുത്തത് OPC ഒരിക്കലും സെക്ഷൻ 8 കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യരുത്. അതുപോലെ പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയായിട്ടോ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് റൂൾ 3 എഴുതാം, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിക്കകത്ത് OPC ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പാടില്ല. ദിസ് ഇസ് ഓൾ അബൌട്ട് റൂൾ 3 ദറ്റ് യു വിൽ ഹാവ് ടു മെൻഷൻ. 7 മാർക്സ് ആണെന്നാണ് തോന്നുന്നത്. 7 മാർക്സ് ഭയങ്കര ഡീറ്റെയിൽ ടോപ്പിക്കാണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ഓൾസോ ക്ലിയർ. Okay, so going for the next one. LLP is a new form of legal business entity with limited liability. It is an alternate corporate business vehicle that only gives the benefits of limited liability at low compliance cost, but allows to not only gives the benefits of limited liability at low compliance cost, but allows the partners a flexibility of organizing their internal structure as a traditional partnership. So limited liability മാത്രമല്ല, traditional partnershipന് flexibilityയും കൂടെ തരും. Keeping in view of the above, ബോളിൽ പറഞ്ഞ ആ പ്രൊവിഷൻ വെച്ചിട്ട് define the following characteristics. താഴെ പറഞ്ഞ characteristics ഡിഫൈൻ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ബോഡി കോർപ്പറേറ്റ്, അതായത് LLP ഒരു ബോഡി കോർപ്പറേറ്റ് ആണോ അല്ലയോ, മ്യൂച്വൽ ഏജൻസി, ഫോറിൻ LLP, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. കുറേ സാധനങ്ങൾക്ക് കുറേ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഡെഫിനിഷൻ്റെ രീതിയിൽ എഴുതിയാലും ഒരു കുഴപ്പമില്ല. LLP ഒരു ബോഡി കോർപ്പറേറ്റ് ആണോ? അതെ. സെക്ഷൻ 2 clause 1 clause D ഓഫ് ദി LLP ആക്ട് പ്രകാരം LLP ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, LLP ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. So you can just mention that. Mutual agency, പാർട്ട്ണർഷിപ്പ് പോലെ ഒരു പാർട്ട്ണർ ഒരു കാര്യം ചെയ്താൽ മറ്റേ പാർട്ട്ണർ ചെയ്തതുപോലെയാണോ LLPക്കകത്ത്? അല്ല. സോ മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. A partner is an agent of the LLP, but a partner is not an agent of the other partners. So
മ്യൂച്വൽ ഏജൻസിക്കകത്ത് എപ്പോഴും ഓർത്തോണം, നോ പാർട്ട്ണർ ഇസ് ലയബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് ഓർ അൺഓതറൈസ് ആക്ഷൻ ഓഫ് അതർ പാർട്ട്നേഴ്സ്. വേറൊരു പാർട്ട്ണർ ചെയ്യുന്നൊരു കാര്യത്തിൽ മറ്റേ പാർട്ട്ണർ ലയബിലിറ്റി എടുക്കില്ല. Individual partners are shielded from the joint liability created by another partner. Simple language എഴുതിയാൽ മതി. There is no mutual agency concept. That is, one partner is not the agent of the other partner like a partnership. ഇവിടെ a partner is an agent of the LLP. അതും കൂടെ നിങ്ങൾക്ക് എഴുതാം. All partners will be the agents of the LLP alone. No one partner can bind the other partner for his acts. ഒരു പാർട്ട്ണറും മറ്റേ പാർട്ട്ണറിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എൻ്റെ പാർട്ട്ണറിനെ എനിക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ ഇല്ല. Foreign LLP, yes, foreign LLP എന്നൊരു കോൺസെപ്റ്റ്. LLP formed, incorporated, registered outside India, has a place of business in India. That is what you call foreign LLP. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്താണ്? ഒരു നാച്ചുറൽ പേഴ്സണ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇത് ക്രിയേറ്റഡ് ബൈ ലോ ആണ്. അതായത് LLP is created by law. That is why we call it as an artificial legal person. ഒരു നാച്ചുറൽ പേഴ്സണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം LLPക്ക് ചെയ്യാം, എക്സെപ്റ്റ് ഇറ്റ് cannot marry, it cannot divorce, it cannot be sent to jail, it cannot practice a learned profession. Apart from that, എല്ലാ കാര്യങ്ങളും ചെയ്യാം. It can sue, it be sued, it can start a bank account, it can enter into a contract agreement, it can have its own bank account. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു LLPക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. Write a little more about artificial legal person. ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്. A little more you can add with the artificial legal person. See, 6 mark question അല്ലേ altogether. ഇത് കൂടാതെ if you have not watched yesterday's series of mock exam, please do watch it. അതിനകത്ത് LLPക്കകത്ത് നമ്മൾ സോൾവ് ചെയ്തേക്കുന്ന 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് which actually നമ്മൾ ഒരു സീരീസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. only for the triple I's mock exam those questions have been put. So please do watch those questions. ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുമാണ്. കണ്ട് പരിചയം ഇല്ലാത്ത കുട്ടികളാണല്ലേ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ചെയ്തിട്ടില്ല. because that question is not there in workbook nor it is there in the ICA study material. So please make sure you do those questions and go for the exam. ഇന്നലത്തെ കണ്ടിട്ടില്ലാത്ത കുട്ടികളോടാട്ടോ. I hope it's okay. Going for the next one. PQR formed a partnership agreement to operate motor buses along specific routes for a duration of 12 years. After operating the business for 4 years, it was observed that the business incurred losses each year. Despite this, P is determined to continue the business for the remaining period. So PQR 3 partners ആണ്. കുറേ നാൾ അവർ നോക്കി ഭയങ്കര ലോസ് ആണ്. പിക്ക് മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. Examine with reference to the Indian Partnership Act, can P insist to continue the business? പിക്ക് മാത്രം ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ? If so, what options are available to Q&R who are reluctant to continue to operating the business? Q&Rന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല because it is huge losses only. അവർക്കിത് പറ്റുന്നില്ല. പിക്ക് മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യമുള്ളൂ. So what is the option available to them എന്നാണ് ചോദിക്കുന്നത്. Section 40 and 44 ആണ് ഇവിടെ വരുന്നത്. Section 40 of the Indian Partnership Act പ്രകാരം it gives right to the partners to dissolve the partnership by agreement with the consent of all the partners. നിങ്ങൾക്ക് by agreement, അതായത് with the consent of all the partners, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യണമെങ്കിൽ ഡിസോൾവ് ചെയ്യാം ആസ് പെർ എഗ്രിമെൻറ്റ്. കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് മീൻസ് കോൺട്രാക്ട് വിച്ച് ഇസ് ഓൾറെഡി മെയ്ഡ്, ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുന്ന കോൺട്രാക്റ്റിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 44 പ്രകാരം കോർട്ട് ഇടപെടുന്ന ചില കേസുണ്ട്. പാർട്ട്നേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കോർട്ടിന് കൊടുക്കാം, എന്നിട്ട് പറയാം പെർസിസ്റ്റന്റ് ലോസ് ആണ്, ഇനി മുന്നോട്ട് പോയാലും അത് ഫ്യൂച്ചർ ലോസ് തന്നെ ആയിരിക്കും. അപ്പോൾ ട്രൈബ്യൂണൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ട്രൈബ്യൂണൽ ഒരു ഓർഡർ ഇട്ടിട്ട് പറയും ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് ദ ഫേം ഗെറ്റ് ഡിസോൾവ്ഡ്. സോ സെക്ഷൻ 44 പ്രകാരം ദ കോർട്ട് മേ, ഷാൽ അല്ല മേ ആണ്, അതായത് നിർബന്ധമൊന്നുമില്ല. കോർട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ at the suit of a partner may dissolve a firm on various grounds including where the business of the firm cannot be carried on except at a loss. അതായത് പെർസിസ്റ്റന്റ് ലോസ് ആണ്, ഇനി ഒരു രീതിയിലും അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എനി പാർട്ട്ണർ can make an application to the court. The court may at the suit of a partner may dissolve a firm. നിർബന്ധമില്ല കേട്ടോ. So in the given case, P wants to continue the partnership business. Over the past year loss തന്നെയാണ്. Q&R reluctant ആണ് to continue to operate the business to the continued losses. P can insist on continuing the business if the partnership agreement does not specifically provide such a right to one or more partners. One or more partners അങ്ങനെ ഡിസോൾവ് ചെയ്യാൻ റൈറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പോവാം. കാരണം സെക്ഷൻ 40 അത് പറയുന്നുണ്ട്. ഇനി ക്യൂന് മാറുന്ന എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്? മ്യൂച്വൽ എഗ്രിമെൻറ്റ് പ്രകാരം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ കോർട്ടിന് അപ്ലൈ ചെയ്തിട്ട് മോളിൽ പറഞ്ഞ പോലെ കോർട്ടിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, they have to prove that മുന്നോട്ട് പോയാലും ഇത് ലോസ് തന്നെയാണ് എങ്കിൽ കോർട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കോർട്ട് പറയും ഇറ്റ് ഇസ് ബെറ്റർ ടു ഗെറ്റ് ഡിസോൾവ്ഡ്. സോ 40 ഇവിടെ കോട്ട് ചെയ്യണം, 44ഉം ഇവിടെ കോട്ട് ചെയ്യണം. സോ 40 and 44 will be the applicable sections. റിപ്പീറ്റഡ് ആണ്. ഡിസൊല്യൂഷൻ നമ്മൾ ട്രെൻഡ് അനാലിസിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു. ഡിസൊല്യൂഷൻ ബൈ ദ കോർട്ട് ഇസ് എ റിപ്പീറ്റഡ് ഏരിയ ഓൺലി. സോ ഞാൻ അതുകൊണ്ട് ഇന്നലെ നമ്മുടെ
മോക്ക് സീരീസ് ഓഫ് ട്രിപ്പിൾ ഐക്കകത്ത് വി സെഡ് കോൺസിക്വൻസസും അതുപോലെ ഒരു ഫ്രഷ് രജിസ്ട്രേഷൻ്റെ കാര്യം ഐ ക്ലിയർലി സ്പെസിഫൈഡ്. ഇതെല്ലാം തേർഡ് യൂണിറ്റ്. ഡിസൊല്യൂഷൻ ഓഫ് ഫോം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ദീസ് ആർ ഫ്യൂ ഏരിയാസ് വിച്ച് ദേ ഹവ് നോട്ട് റിപ്പീറ്റഡ്ലി ആസ്ഡ്. അപ്പോൾ ചാൻസ് ഉണ്ടല്ലോ ചാനൽ ചോദിക്കാനായിട്ട്. കോൺസിക്വൻസസും പിന്നെ ഞാൻ പറഞ്ഞ ഫ്രഷ് രജിസ്ട്രേഷനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റനും ആൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് ഫോം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. Okay, going for the next one. A and B operate a textile merchant business in partnership. Mr. A finances the business and is a sleeping partner. So A and B ഒരു ടെക്സ്റ്റൈൽ മെർച്ചൻറ്റ് ബിസിനസ് ഇൻ പാർട്ട്ണർഷിപ്പ് ആണ്. എ ഫിനാൻസസ് എ ബിസിനസ്, ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്. എ ഇസ് എ സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഇൻ ദ റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ് ബി അക്വയർ സർട്ടൻ ഫാബ്രിക് ഗുഡ്സ് ബിലോങ്ങിങ് ടു സി. സോ ബി ആണ് എപ്പോഴും ഫാബ്രിക് ഗുഡ്സ് അക്വയർ ചെയ്യുന്നത് വിച്ച് ഇസ് ബിലോങ്ങിങ് ടു സി. ഹൗവെവർ ബി ഇസ് അവെയർ ദാറ്റ് ദീസ് ഗുഡ്സ് ആർ സ്റ്റോളൻ പ്രോപ്പർട്ടി. ബിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതൊരു സ്റ്റോളൻ പ്രോപ്പർട്ടി ആണ്. ഡിസ്പൈറ്റ് ദിസ് നോളജ് ബി പ്രൊസീഡ്സ് ടു പർച്ചേസ് ആൻഡ് സെൽ സം ഓഫ് ദി സ്റ്റോളൻ ഗുഡ്സ്. അത് അറിയാം അത് സ്റ്റോളൻ ഗുഡ്സ് ആണ് എങ്കിൽ പോലും ബി അത് അക്വയർ ചെയ്തിട്ട് മുന്നോട്ട് ഫർദർ ഡീലിന് മുന്നോട്ട് പോവുകയാണ്. മോറോവർ ബി റെക്കോർഡ്സ് പ്രൊസീഡ്സ് ഫ്രം ദി സെയിൽസ് ഇൻ ദ ഫേംസ് ബുക്സ്. ഈ കിട്ടുന്ന പ്രൊസീഡ്സ് ഒക്കെ ഫേമിൻ്റെ ബുക്കിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നൗ എ വോണ്ട്സ് ടു അവോയ്ഡ് ദ ലയബിലിറ്റി ടുവേർഡ്സ് സി ഓൺ ദ ഗ്രൗണ്ട് ഓഫ് മിസ്കണ്ടക്ട് ബൈ ബി. സോ എ പറയാണ് മിസ്കണ്ടക്ട് പ്രകാരം ഞാനിത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ ദ ലൈറ്റ് ഈ കോൺട്രാക്റ്റിൽ ഞാൻ ഏർപ്പെടില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ബി ലയബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ദ ബി. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മിസ്റ്റർ എ പറയാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഡിസ്കസ് ദ ലയബിലിറ്റി ഓഫ് എ ആൻഡ് ബി ടുവേർഡ്സ് സി. ഇവിടെ സെക്ഷൻ 25 ആപ്ലിക്കബിൾ ആണ്. സെക്ഷൻ 26 നോക്കണം. സെക്ഷൻ 27 25, 26, 27 ലയബിലിറ്റിയെ പറ്റി പറയുന്ന സെക്ഷൻസ് ആണ്. So, according to Section 25 of the Indian Partnership Act, every partner is jointly and severally liable for all acts of the firm done while he is a partner. So, എല്ലാ പാർട്ട്നേഴ്സും jointly severally liable ആയിരിക്കും എന്നാണ് Section 25 പറയുന്നത്. Recollect it. 25, 26, 27 മൂന്ന് ലയബിലിറ്റിയാണ്. സോ ലയബിലിറ്റി ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ വരുമ്പോൾ ഈ മൂന്ന് സെക്ഷൻസ് ഓർത്താൽ മതി. സെക്ഷൻ 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫേം ഇസ് ലയബിൾ ടു ദ സെയിം എക്സ്റ്റെൻറ്റ്. ഫേമിൻ്റെ ലയബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത് സെക്ഷൻ 26. ദ ഫേം ഇസ് ലയബിൾ ടു ദ സെയിം എക്സ്റ്റെൻറ്റ് ആസ് എ പാർട്ട്ണർ ഫോർ എനി റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ ഓഫ് എ പാർട്ട്ണർ വൈൽ ആക്ടിംഗ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ആൻഡ് വിതിൻ ദ അതോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. ഓർഡിനറി കോഴ്സിൽ എന്തെങ്കിലും റോങ്ഫുൾ ആക്ട് ഒമിഷൻ ഓഫ് എ പാർട്ട്ണർ കാരണം എന്ത് ലയബിലിറ്റി വന്നാലും ഫേമിൻ്റെ ലയബിലിറ്റി ഫേം ആ പറയുന്ന ലയബിലിറ്റി എടുക്കണം എന്നാണ് പറഞ്ഞത്. സോ സെക്ഷൻ 25 ദാറ്റ് പറയുന്നത് ഓൾ പാർട്ട്നേഴ്സ് വിൽ ബി ലയബിൾ. 26 പറയുന്നത് ഫേം എല്ലാ ലയബിലിറ്റിയും എടുക്കണം വാട്ട് എവർ പാർട്ട്ണർ ഇസ് മേക്കിംഗ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് വാട്ട് എവർ ഹീസ് ആക്ടിംഗ് വിതിൻ ദ അതോറിറ്റി. 27 പറയുന്നത് ദ ഫേം ഇസ് ലയബിൾ ഇഫ് എ പാർട്ട്ണർ ആക്ടിംഗ് വിതിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി റിസീവ്സ് മണി ഓർ പ്രോപ്പർട്ടി ഫ്രം എ തേർഡ് പാർട്ടി ആൻഡ് മിസ്അപ്ലൈസ് ഇറ്റ്, ഓർ ഇഫ് ദ ഫേം ഇൻ ദ കോഴ്സ് ഓഫ് എ ബിസിനസ് റിസീവ്സ് മണി ഓർ പ്രോപ്പർട്ടി and the same is misapplied while in the custody of the firm. So misapplication of ഫണ്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മിസ്ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് നടന്നാലും ഫേം ലയബിലിറ്റി എടുക്കണം എന്നാണ് സെക്ഷൻ 27 പറയുന്നത്. 25-നകത്ത് ഓൾ പാർട്ട്നേഴ്സ് ലയബിൾ. 26-നകത്ത് ഓർഡിനറി കോഴ്സിൽ എന്ത് കാര്യം ചെയ്താലും ഫേമിന് ലയബിലിറ്റി. 27-നകത്ത് മിസ്ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടോ പ്രോപ്പർട്ടിയോ നടത്തി അന്നേരവും ഫേമിന് ലയബിലിറ്റീനെ പറ്റിയിട്ടാണ് 27 പറയുന്നത്. ഗിവൺ കേസിനകത്ത് എയും ബിയും ലയബിൾ ടു സി ആണ് ഫോർ ദ റോങ്ഫുൾ ആക്ട്സ് കമ്മിറ്റഡ് ബൈ സി. എ കനോട്ട് അവോയ്ഡ് ലയബിലിറ്റി മിയർലി ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ബീങ് എ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണെന്ന് പറഞ്ഞുകൊണ്ട് എക്ക് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ ഇല്ല. സോ 25, 26, 27 കുട്ടികൾക്ക് സ്ഥിരം വരുന്നൊരു കൺഫ്യൂഷനാണ്. 25, 26, 27 മൂന്നും ലയബിലിറ്റീനെ പറ്റി പറയുന്ന സെക്ഷൻസ് ആണ്. ഐ ഹോപ്പ് ദിസ് ഇസ് എ റിവിഷൻ. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് ആ മൂന്ന് സെക്ഷൻസ് വായിച്ചിട്ട് എക്സാമ്പിൾസ് വായിച്ചാലും മതി. ക്ലിയർ? ഓക്കെ, ഗവൺമെൻറ് കമ്പനിയുടെ ഇന്നലെ നമ്മളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ചെയ്തു. ദിസ് ഇസ് അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഓഫ് ഗവൺമെൻറ് കമ്പനി വിച്ച് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ. ദിസ് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ. പണ്ട് വന്നൊരു ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് ഇയർ. Okay, നോക്കാം. XYZ company is incorporated under the Companies Act 2013. The paid up share capital of the company is held by others as on 31/3/2024 in as under. ഇങ്ങനെയാണ് അതിൻ്റെ paid up share capital. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത്ര ഹോൾഡ് ചെയ്യുന്നു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഗവൺമെൻറ് ഓഫ് തമിഴ്നാടു, ഗവൺമെൻറ് ഓഫ് രാജസ്ഥാൻ, ABC ലിമിറ്റഡ് ഓൺ ബൈ ഗവൺമെൻറ് കമ്പനി. ഇതാണ് XYZ കമ്പനിയുടെ paid up share capital. As per the above shareholding, state whether XYZ Limited can be called as a government company. ഗവൺമെൻറ് കമ്പനി എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ 51% of the paid up share capital shall be held either by the central government, state government, partly ആകാം, wholly ആകാം. സോ 51% വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഏതൊക്കെ എടുക്കണം എന്നുള്ളത് ഞാൻ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്യാം. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുക്കണം, 20% എടുക്കണം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എടുക്കില്ല. ഗവൺമെൻറ് ഓഫ് തമിഴ്നാടു എടുക്കണം, 20 + 10 30% ആയി. ഗവൺമെൻറ് ഓഫ് രാജസ്ഥാൻ എടുക്കണം, 40% ആയി, പ്ലസ് 10% ആയി. ABC ലിമിറ്റഡ് ഓൺഡ് ബൈ എ ഗവൺമെൻറ് കമ്പനി എടുക്കില്ല. ദിസ് ഇസ് വൺ ഏരിയ വെർ സ്റ്റുഡൻസ് മേക്ക് എ മിസ്റ്റേക്ക്, സോ ഐ എം ജസ്റ്റ് ഹൈലൈറ്റിംഗ് ഇറ്റ് ഇൻ ഗ്രീൻ. ഇതെടുക്കരുത്. ഡോണ്ട് ടേക്ക് ദിസ്. ഡോണ്ട് ടേക്ക്.
ഞാൻ ആ ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്തത് ബിക്കോസ് സ്റ്റുഡൻസ് ഹാവ് എ ടെൻഡൻസി ടു ടേക്ക് ദിസ്. എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞാൽ അത് തെറ്റിപ്പോയി, അത് എടുത്തുപോയി. സോ റിമെമ്പർ, യു വിൽ നോട്ട് ടേക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ABC ലിമിറ്റഡ്. സോ ഇതിനകത്ത് വന്നേക്കുന്നത് 20, 10, 10 ഈ മൂന്നെണ്ണേ വന്നിട്ടുള്ളൂ. 51% വന്നിട്ടില്ല. സോ ക്യാൻ യു കോൾ XYZ ലിമിറ്റഡ് ആസ് എ ഗവൺമെൻറ് കമ്പനി? നോ. ഇത് എക്സാമിന് വരുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ഉടനെ ചെയ്തോണേ. Government company to clause 45 പ്രകാരം not less than 51%, central, state, partly by central, partly by state. Subsidiary of a government company അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് തമിഴ്നാട്, ഗവൺമെൻറ് ഓഫ് രാജസ്ഥാൻ, ടോട്ടൽ 40% വന്നു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും നമ്മുടെ ABC ലിമിറ്റഡ് ഓൺഡ് ബൈ ഗവൺമെൻറ് കമ്പനിയും എടുത്തിട്ടില്ല, അതുകൊണ്ട് അത് 51% വന്നിട്ടില്ല. ടോട്ടൽ ഷെയർ ഹോൾഡിംഗ് 40% ഉള്ളൂ, വിച്ച് ഇസ് ലെസ് ദാൻ 51%. അതുകൊണ്ട് തന്നെ XYZ ലിമിറ്റഡ് കമ്പനീനെ നമുക്ക് എന്തായിട്ട് വിളിക്കാൻ പറ്റില്ല? ഗവൺമെൻറ് കമ്പനിയായിട്ട് വിളിക്കാൻ പറ്റില്ല. XYZ ലിമിറ്റഡ് does not qualify as a government company under the provisions of Companies Act. XYZനെ നമുക്ക് ഗവൺമെൻറ് കമ്പനി വിളിക്കാൻ പറ്റില്ല, കാരണം 40% ഉള്ളൂ. സോ വളരെ വ്യക്തമായിട്ട് അവർ എടുത്തത് ഏതൊക്കെയാണ്, എടുക്കാത്തത് ഏതൊക്കെയാണെന്നും എഴുതിയിട്ടുണ്ട്. സോ യു വിൽ ഹാവ് ടു മെൻഷൻ ഇറ്റ്. എടുക്കുന്ന മാത്രം എഴുതിയാൽ പോരാ, യു വിൽ ഓൾസോ ഹാവ് ടു മെൻഷൻ LIC എടുക്കൂല, ABC വിച്ച് ഇസ് ഓൺ ബൈ ഗവൺമെൻറ് കമ്പനിയും കൺസിഡർ ചെയ്യില്ല. സോ 40% ഉള്ളൂ, വിച്ച് ഇസ് ലെസ് ദാൻ 51%. അതുകൊണ്ടാണ് ഇതിനെ ഗവൺമെൻറ് കമ്പനി എന്ന് വിളിക്കാത്തത്. ഇത്രയും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പോകണം. Okay. Going for the next one. M&N holding 70%, 30% of the shares in the company, both died in an accident. So M-ഉം N-ഉം 70-30% shares കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ആക്സിഡൻറ്റിൽ മരിക്കുന്നു. Answer with reference to the provisions of Companies Act. What will be the legal effect on the company as both of the members have died? Same question we discussed in a previous series, also a mock exam. നമ്മൾ ഒരു 8 പേര് പോകുന്നു, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, 8 മെമ്പേഴ്സും മരിക്കുന്നു. ഇത് കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കും. ഇന്നലെ ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ് പെർപെച്വൽ സക്സഷൻ. സോ മെമ്പേഴ്സ് വരും, മെമ്പേഴ്സ് പോകും. സോ ദ ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി ഓഫ് ദ മെമ്പേഴ്സ് വിൽ നോട്ട് എഫക്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് എ കമ്പനി. ഒരിക്കലും എക്സിസ്റ്റൻസ് ഓഫ് എ കമ്പനിയെ ബാധിക്കില്ല. ദ മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ, ബട്ട് കമ്പനീസ് എക്സിസ്റ്റൻസ് വിൽ കണ്ടിന്യൂ. കമ്പനിയുടെ എക്സിസ്റ്റൻസ് മുന്നോട്ട് തന്നെ പോകും. സോ ദിസ് വൺ ഓഫ് ദ ഫീച്ചേഴ്സ് പെർപെച്വൽ സക്സഷൻ. The members may die or change. Company goes until it is wound up on the ground specified by the Companies Act. Companies Act 2013 ഏത് ഗ്രൗണ്ടിലാണോ വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് പറയുന്നത് അതുവരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. പിന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ ആണ്. ലോയ്ക്ക് മാത്രമേ അതിനകത്തൊരു എൻഡ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ഡെത്ത്, ഇൻസോൾവൻസി, ഇൻസാനിറ്റി ഓഫ് മെമ്പേഴ്സ്. സോ M-ഉം N-ഉം 70-30% ഷെയർസ് ഇൻ ദ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് ദ കമ്പനി ഈസ് നോട്ട് എഫക്റ്റഡ് ഈവൻ ബൈ ദ ഡെത്ത് ഓഫ് മിസ്റ്റർ N and N. അപ്പം ലോ ഇറ്റ് ഇസ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. അഡീഷണൽ പോയിന്റ് എഴുതാം. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ് കമ്പനി, ക്രിയേറ്റഡ് ബൈ ലോ ആണ്. ലോയ്ക്ക് മാത്രമേ അതിനകത്ത് എൻഡ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതായത് ഒൺലി ഓൺ ദ ഗ്രൗണ്ട്സ് സ്പെസിഫൈഡ് ഫോർ വൈൻഡിങ് അപ്പ്. ഏതൊക്കെ ഗ്രൗണ്ടിലാണോ ഒരു കമ്പനി വൈൻഡ് അപ്പ് ആയി പോകുന്നത് ആ ഗ്രൗണ്ട് സംഭവിക്കുമ്പോൾ മാത്രം കമ്പനി പൂട്ടിപ്പോകും. അല്ലാത്ത സാഹചര്യത്തിൽ മെമ്പേഴ്സിൻ്റെ ഡെത്തോ, ഇൻസാനിറ്റിയോ, ഇൻസോൾവൻസിയോ ഒന്നും കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എ ഫീച്ചർ കോൾഡ് പെർപെച്വൽ സക്സഷൻ. ക്ലിയർ അല്ലേ? If anything is unaddressed or if anything that you want to know, please write it in the chat box. ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. Okay, this was a previous attempt question. Previous year വന്ന question ആണ്. Explain in brief with reference to the provisions of Indian Contract Act what are the rights enjoyed by the surety against the creditor, against the principal debtor, against the co-surety. ഇത്ര എഴുതുമ്പോൾ ആ കിട്ടുന്ന 6 മാർക്കാണ്. ഓരോ റൈറ്റും എഴുതണം. വെരി റെയർ ക്വസ്റ്റൻ ആണ്. സെപ്റ്റംബർ 24 വന്നാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും ചോദിക്കാറില്ല. പൊതുവെ കേസ് ബേസ്ഡ് ആയിട്ട് അവർ ചോദിക്കാറുള്ളൂ. So provisions of Indian Contract Act പ്രകാരം right against a creditor, principal debtor, surety. So surety is right to benefit of creditor's security. എന്തൊക്കെ ക്രെഡിറ്ററിൻ്റെ കയ്യിൽ സെക്യൂരിറ്റി ഇരിപ്പുണ്ട്, ഡെറ്റർ എന്തൊക്കെ സെക്യൂരിറ്റി ക്രെഡിറ്ററിന് കൊടുത്തിട്ടുണ്ട് അതേ സെക്യൂരിറ്റി ഷുവറിറ്റി ക്രെഡിറ്ററിന് പൈസ കൊടുത്ത് തീർക്കുമ്പോൾ വാട്ട് എവർ സെക്യൂരിറ്റി ഈസ് വിത്ത് ദ ക്രെഡിറ്റർ ദാറ്റ് സെക്യൂരിറ്റി ഈസ് റൈറ്റ് നൗ ദ പ്രോപ്പർട്ടി ഓഫ് ദ ഷുവറിറ്റി. അതായത് എക്സ് വൈ, എക്സ് ഇസ് ദ ക്രെഡിറ്റർ, വൈ ഇസ് ദ ഡെറ്റർ ആൻഡ് ഇസഡ് ഇസ് ദ ഷുവറിറ്റി. സോ
പൈസ കൊടുത്തു തീർക്കാനുള്ളതെല്ലാം ഇസഡ് മറ്റേ എക്സിന് കൊടുത്തു തീർത്തു. ക്രെഡിറ്റർ ആയിട്ടുള്ള എക്സിന് എല്ലാ പൈസയും കൊടുത്തു തീർത്തു. എക്സിൻ്റെ കയ്യിൽ സം അസറ്റ്സ് ഈടായിട്ട് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെറ്റർ. അപ്പോൾ പൈസ എല്ലാം ഷ്യൂരിറ്റി കൊടുത്തു തീർത്തു. ഇനിയും ആ അസറ്റ് ക്രെഡിറ്ററിന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇനിയിപ്പോൾ ഇത് ആരുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറും? ഷ്യൂരിറ്റി പ്രോപ്പർട്ടി ആയിട്ട് മാറും. പിന്നെ റൈറ്റ് സെറ്റ് ഓഫ് ആണ്. ഇഫ് ദ ക്രെഡിറ്റേഴ്സ് യൂസ് ഷ്യൂരിറ്റി ഫോർ പേയ്മെന്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റേഴ്സ് ലയബിലിറ്റി, ഷ്യൂരിറ്റി മേ ഹാവ് ദ ബെനിഫിറ്റ് ഓഫ് ദ സെറ്റ് ഓഫ് ഇഫ് എനി ദ പ്രിൻസിപ്പൽ ഡെറ്റർ ഹാഡ് അഗേൻസ്റ്റ് ദ ക്രെഡിറ്റർ. പ്രിൻസിപ്പൽ ഡെറ്ററും ക്രെഡിറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഡെറ്റ് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി കിടപ്പുണ്ട്, അത് സെറ്റ് ഓഫ് ചെയ്യാൻ പ്രിൻസിപ്പൽ ഡെറ്ററിന് റൈറ്റ് ഉണ്ടെങ്കിൽ അതേ റൈറ്റ് ആർക്ക് കിട്ടും? ഷ്യൂരിറ്റിക്കും കിട്ടും. അടുത്തത് റൈറ്റ് ടു ഷെയർ റിഡക്ഷൻ. ദ ഷ്യൂരിറ്റി ഹാസ് എ റൈറ്റ് ടു ക്ലെയിം പ്രപ്പോർഷനേറ്റ് റിഡക്ഷൻ ഇസ് ലയബിലിറ്റി ഇഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ ബിക്കംസ് ഇൻസോൾവെന്റ്. പ്രിൻസിപ്പൽ ഡെറ്റർ ഇൻസോൾവെന്റ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലയബിലിറ്റി എത്ര കുറയുമോ, ഡെറ്ററിൻ്റെ ലയബിലിറ്റി എത്ര കുറയോ അത്രയും ലയബിലിറ്റി ആരുടെയും കുറയും, ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റിയും കുറയും. റൈറ്റ് അഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെറ്റർ. No, right of subrogation. അതായത് basically standing in the shoes of the other person. So the right of subrogation എത്രേ ഉള്ളൂ? When a guaranteed debt becomes due or default of the principal debtor to perform a guaranteed duty, the surety upon performance of all creditor is invested with all the rights which the creditor had against the principal debtor. So creditorന് principal debtorൻ്റെ against ആയിട്ട് നിന്ന് എന്തൊക്കെ എൻഫോഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നോ അതേ റൈറ്റ് ഇപ്പം ആർക്ക് കിട്ടുന്നുണ്ട്? ഷ്യൂരിറ്റിക്ക് കിട്ടുന്നുണ്ട്. ദിസ് റൈറ്റ് ഇസ് നോൺ ആസ് സബ്രിഗേഷൻ. ഈ പറയുന്ന റൈറ്റിനെ പറയുന്നതാണ് സബ്രിഗേഷൻ. സോ ക്രെഡിറ്ററിന് എന്തൊക്കെ കാര്യങ്ങൾ ഡെറ്ററിന് എഗൻസ്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നോ അതേ റൈറ്റ് ഇപ്പോൾ ആർക്ക് കിട്ടുവാണ്? ഷ്യൂരിറ്റിക്ക് കിട്ടുവാണ്. ഈ പറയുന്ന പ്രോമിസ്, അതായത് ഡെറ്റർ കൊടുക്കേണ്ട പൈസ ഷ്യൂരിറ്റി കൊടുത്ത് തീർക്കുമ്പോൾ വാട്ട് എവർ റൈറ്റ് ക്രെഡിറ്റർ കുഡ് ഹാവ് എൻഫോഴ്സ്ഡ് എഗൻസ്റ്റ് ഡെറ്റർ, ദ സെയിം റൈറ്റ് ഹൂ ക്യാൻ ഗെറ്റ് ഇറ്റ് എൻഫോഴ്സ്ഡ്, ഷ്യൂരിറ്റി ക്യാൻ മേക്ക് ഡെറ്റർ ലയബിൾ ഫോർ ഇറ്റ്. ക്രെഡിറ്റർ എന്ത് ചെയ്തേനെ അതുപോലെ ഇപ്പോൾ ഷ്യൂരിറ്റിക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് ബേസിക്കലി വാട്ട് യു കോൾ റൈറ്റ് ഓഫ് സബ്രിഗേഷൻ. പ്ലീസ് മാർക്ക് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മാത്രമായിട്ടും ചോദിക്കും. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റൈറ്റ് ഓഫ് സബ്രിഗേഷൻ. പ്ലീസ് മേക്ക് എ നോട്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ചോദിക്കാറുണ്ട്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റൈറ്റ് ഓഫ് സബ്രിഗേഷൻ. ഇംപ്ലൈഡ് പ്രോമിസ് എന്നടാ. ഇംപ്ലൈഡ് പ്രോമിസ് ടു ഇൻഡെമിനിഫൈ ഷ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഷ്യൂരിറ്റി ഒരു പൈസ കൊടുത്തു തീർത്തു. അപ്പോൾ ഡെറ്റർ പറയുവാണ്, നമ്മൾ തമ്മിൽ കോൺട്രാക്റ്റ് ഒന്നുമില്ലല്ലോ, ഞാൻ ആ പൈസ നിനക്ക് തരൂല. അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? ഒരു ഇംപ്ലൈഡ് പ്രോമിസ് ഉണ്ട്. ഡെറ്റർ കൊടുക്കേണ്ട പൈസയാണ് ഷ്യൂരിറ്റി കൊടുത്ത് തീർക്കുന്നത്. സോ നൗ ദർ ഇസ് എൻ ഇംപ്ലൈഡ് പ്രോമിസ് ബിറ്റ്വീൻ ദ ഡെറ്റർ ആൻഡ് ദ ഷ്യൂരിറ്റി ദാറ്റ് ഷ്യൂരിറ്റി നീ എത്ര പൈസയാണോ കൊടുത്ത് തീർത്തത്, ഞാൻ കൊടുക്കേണ്ടിയിരുന്ന പൈസയല്ലേ നീ കൊടുത്തത്, നൗ ഐ എം ലയബിൾ ടു റീപേ ദാറ്റ് ബാക്ക് ടു യു. സോ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സിന് ഇസഡ് എന്ന് പറഞ്ഞ ഷ്യൂരിറ്റി കൊടുത്തു തീർത്തു. എക്സ് ഇസ് എ ക്രെഡിറ്റർ, വൈ ഇസ് ദ ഡെറ്റർ ആൻഡ് ഇസഡ് ഇസ് എ ഷ്യൂരിറ്റി. അപ്പോൾ കൊടുത്തു തീർത്തു എന്ന് തന്നെ വിചാരിക്കുക. ഇസഡ് ഒരു 10 lakh rupees ആയിരുന്നു കൊടുക്കാനുള്ളത്, 10 lakh rupees കൊടുത്തു തീർത്തു. ഇപ്പോൾ വൈ ആയിട്ടുള്ള ഡെറ്ററിന് പറയാൻ പറ്റുമോ ഞാൻ തരൂല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ദർ ഇസ് എൻ ഇംപ്ലൈഡ് പ്രോമിസ് ദാറ്റ് ഈ പറയുന്ന പൈസ ആര് കൊടുത്തു തീർക്കണം? വൈ ബീങ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ വിൽ റീപേ ദാറ്റ് ബാക്ക് ടു ദ ഷ്യൂരിറ്റി. അതാണ് ഇംപ്ലൈഡ് പ്രോമിസ് ടു ഇൻഡെമിനിഫൈ ദ ഷ്യൂരിറ്റി. നൗ റൈറ്റ് അഗെയിൻസ്റ്റ് ദ ഷ്യൂരിറ്റി. ഓക്കെ, നോക്കാം. കോ ഷ്യൂരിറ്റീസ്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഷ്യൂരിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് യു കോൾ കോ ഷ്യൂരിറ്റി. Now, when the same debt or duty is guaranteed by 2 or more persons, it is what you call co-surety. ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഗ്യാരണ്ടി നിൽക്കുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് യു കോൾ co-surety. Co-sureties are liable to contribute equally. രണ്ട് പേരും ഈക്വലി ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അൺലെസ് അതർവൈസ് എഗ്രീഡ്. ഇനി അവരത് എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, നീ ഇത്ര കൊടുക്കണം, ഞാൻ ഇത്ര കൊടുക്കും, യു വിൽ പേ 60, ഐ പേ 40, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രകാരം കൊടുക്കുക. ഇല്ലെങ്കിൽ രണ്ടുപേരും 50-50 പോലെ ഈക്വൽ ആയിട്ടാണ് കൊടുക്കുക. ലയബിലിറ്റീസ് ഓഫ് co-surety ബൗണ്ട് ഇൻ ഡിഫറെൻറ്റ് സമ്സ്. പല സമ്മായിട്ട് അവർക്ക് എഗ്രി ചെയ്യാം. എ പറയാൻ ഞാൻ ഇത്ര വരെ, മാക്സിമം ഇത്ര വരെ തരാം, ബി പറയാൻ ഞാൻ അത്രയും തരാം, സി പറയാൻ ഞാൻ അത്രയും തരാം. ഈ ഒരു ഭാഗവും പ്ലീസ് ഡു എ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ IQ ഫ്രം യുവർ വർക്ക് ബുക്ക്. മറക്കല്ലേ, ഈ ഒരു ഏരിയ വർക്ക് ബുക്കിൽ നിന്ന് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു റൈറ്റ് ഓഫ് സബ്രിഗേഷൻ ഞാൻ പറഞ്ഞു, ഈ ഒരു ഏരിയയും കൂടെ നിങ്ങൾ നോക്കിക്കോളൂ. കാണുമ്പോൾ എനി അതർ ഇമ്പോർട്ടൻറ്റ് വിച്ച് ഐ ഫീൽ ഐം ജസ്റ്റ് ടെല്ലിങ് യു. ലാസ്റ്റ് മൊമെൻറ്റ് നോക്കിയാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇറ്റ്സ് ഈസി. 5 to 6 മാർക്സ് വന്നാൽ പെട്ടെന്ന് കിട്ടിയില്ലേ. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്, ഇറ്റ്സ് ദെയർ ഇൻ യുവർ വർക്ക് ബുക്ക്. Going for the next one, Mr. J entered into an agreement with Mr. S to purchase his house for 20 lakh within 3 months. So, SO ആയിട്ട് എഗ്രിമെൻറ്റിലോട്ട് ഏർപ്പെട്ടു. 20 lakhനാണ് ഹൗസ് സെയിൽ നടക്കുന്നത്. He also paid 50,000 as token money. In the meanwhile, in an anti-encroachment drive of the local administration, Mr. S's house was demolished. അപ്പോൾ ഈ ഗവൺമെൻറ് സ്ഥലം പിടിച്ചെടുക്കുക, വീട് പിടിച്ചെടുക്കുക, അങ്ങനെ ഡിമോളിഷ് ചെയ്ത് കളഞ്ഞു വീട്. മിസ്റ്റർ ജെ വാസ് ഇൻഫോംഡ് അബൌട്ട് ദ ഇൻസിഡൻറ്റ്. ഹി ആസ് ഫോർ ദ റീഫണ്ട് ഓഫ് ദ ടോക്കൺ മണി. അപ്പോൾ ഇത് പുള്ളിക്കാരനെ അറിയിക്കുകയാണ്, ബയറിനെ അറിയിക്കുകയാണ്. എന്നിട്ട് റീഫണ്ട് ഓഫ് മണി പുള്ളിക്കാരൻ ചോദിക്കുകയാണ്. റെഫറിംഗ് ടു ദ റെലവൻറ്റ് പോർഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സ്റ്റേറ്റ് വെദർ ജെ ഇസ് എൻറ്റൈറ്റിൽ ടു റീഫണ്ട് ഓഫ് ദി എമൗണ്ട്. എടാ സെക്ഷൻ 56 ആണ് ഇവിടെ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയെ പറ്റി പറയുകയാണ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, കോൺട്രാക്ട് ഏർപ്പെട്ടതിന് ശേഷം സബ്ജക്ട് മാറ്റർ ഇല്ലാതായിപ്പോയി, എഗ്രിമെൻറ്റ് വോയിഡ് ആയിപ്പോയി. സോ ആ പറയുന്ന ഇനി ആ സബ്ജക്ട് മാറ്ററേ ഇല്ല, വീടേ നശിച്ചു പോയി, ഇനി കോൺട്രാക്ട്
കോൺട്രാക്ട് പെർഫോം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കോൺട്രാക്ട് എന്തായിപ്പോയി? വോയിഡായിപ്പോയി. മേടിച്ച അഡ്വാൻസ് മണി 50,000 രൂപ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? യെസ്. കാരണം കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. Section 56 of the Indian Contract Act പ്രകാരം an agreement to do an impossible act itself is void. അതായത് സബ്സിക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ആണ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. Contract to do afterwards becoming impossible or unlawful. A contract to do an act which after the contract is made, so after the contract is made, becomes impossible by reason of some event, the promiser couldn't prevent, it becomes unlawful, could not prevent or unlawful, it becomes void. ആ പറയുന്ന കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല after the contract has been made due to some impossibility. So that is basically what you call supervening impossibility. Section 65 കൂടി ഇവരെ കോട്ട് ചെയ്തിട്ടുണ്ട്. An agreement is discovered to be void when a contract becomes void. Any person who has received any advantage under any such agreement or contract is bound to restore it. അപ്പം സെക്ഷൻ 65 എടുത്ത് പറയുന്നുണ്ട് വോയിഡ് അഗ്രിമെൻറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അഡ്വാൻസോ ഒരു അഡ്വാൻറ്റേജോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് റീസ്റ്റോർ ചെയ്തിരിക്കണം എന്ന് 65 പറയുന്നുണ്ട്. സോ ഇൻ ദ ഗിവൺ കേസ് കോൺട്രാക്റ്റിലോട്ട് ഏർപ്പെടുന്നു. ഇത് കഥ മൊത്തം പറയാണ്. കോൺട്രാക്റ്റിലോട്ട് ഏർപ്പെട്ടു, 50,000 രൂപ കൊടുത്തു. ഇവിടെ സബ്സിക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ആണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്റ്റർ ജെ ഇസ് റിക്വയർഡ് ടു റീഫണ്ട് 50,000 ടോക്കൺ മണി പേ ടു മിസ്റ്റർ എസ് ആസ് എ കോൺട്രാക്ട് ടു സെൽ ദ ഹൗസ് ഹാസ് ബിക്കം വോയിഡ് ഡ്യൂ ടു ദ ഡിമോളിഷൻ ഓഫ് ദ ഹൗസ്. സോ ഇവിടെ 65 ആപ്ലിക്കബിളായി, 56 ആപ്ലിക്കബിളായി. 56 പറയുന്നത് കോൺട്രാക്ട് വോയിഡ് ആയതിൻ്റെ റീസണും കോൺട്രാക്ട് വോയിഡ് ആകുമ്പോൾ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യണം എന്ന് പറയുന്നത് 65 സോ വി ഹവ് കൗട്ടഡ് ബോത്ത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് 50,000 rupees റീഫണ്ട് ചെയ്യണം. Okay, let us continue. Rama directs Shyam to sell laptops for him and agrees to give Shyam 11% commission on the sale price fixed by Rama for each laptop. 15% commission തരാം ഓരോ ലാപ്ടോപ്പ് വിൽക്കുന്ന സമയത്ത്. As Government of India put restrictions on import of the laptops, Rama thought that the prices of the laptops might go up in the near future and he revoked Shyam's authority for any further sale. So Government of India restrictions വെച്ചു ലാപ്ടോപ്പിൻ്റെ ഇമ്പോർട്ടിൻ്റെ കേസിൽ. സോ രാമ ഓർത്തു ഈ പ്രൈസ് ഓഫ് ലാപ്ടോപ്പ് മുകളിലോട്ട് പോയേക്കാം നിയർ ഫ്യൂച്ചറിൽ. അതുകൊണ്ട് ശ്യാമിന് കൊടുത്തേക്കുന്ന അതോറിറ്റി റിവോക്ക് ചെയ്യണം ഫർദർ സെയിലിന് വേണ്ടിയിട്ട്. ശ്യാം ബിഫോർ റിസീവിങ് ദ ലെറ്റർ, അതായത് അവൻ്റെ അതോറിറ്റി റിവോക്ഡ് ആയിട്ടുള്ള ലെറ്റർ കിട്ടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ, അതായത് ആ ഏജൻറ്റ് ഓൾറെഡി 5 ലാപ്ടോപ്പ് വിറ്റിരുന്നു, ഓൾറെഡി സെല് ചെയ്തു. പ്രൈസ് ഫിക്സ് ബൈ രാമ പറഞ്ഞ പ്രൈസിൽ തന്നെ ഫിക്സ് ചെയ്തതിൽ വിറ്റു. ശ്യാം ആസ് 11% കമ്മീഷൻ ഓൺ ദ സെയിൽ ഓഫ് 5 ലാപ്ടോപ്സ് ഫോർ 1 lakh ഈച്ച്. സോ ഓരോ ലാപ്ടോപ്പ് വിറ്റപ്പോൾ അതിനുള്ള കമ്മീഷൻ ചോദിച്ചു. 11% കമ്മീഷൻ ഓൾറെഡി അഗ്രീഡ് അല്ലേ. എക്സ്പ്ലെയിൻ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വിത്ത് ദ സെയിൽ ഓഫ് ലാപ്ടോപ്പ് ആഫ്റ്റർ റിവോക്കിംഗ് Shyam's authority is binding on Rama, whether Shyam will be able to recover his commission from Rama. If yes, what will be the amount of such commission? So ആദ്യത്തേതിനകത്ത് സെയിൽ ഓഫ് ലാപ്ടോപ്പ് നടന്നു, അവിടെ റിവോക്കേഷനും നടന്നു. അപ്പോൾ മറ്റേ അവനെ കമ്മീഷൻ മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തേക്കുന്നത്. അവിടെ റിവോക്കേഷൻ ലെറ്റർ കിട്ടുന്നതിന് മുന്നേ തന്നെ സെയിൽ ഓഫ് ലാപ്ടോപ്പ് നടന്നിരുന്നു. സോ ഉറപ്പായിട്ടും അവൻ എന്ത് ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും? കമ്മീഷൻ ക്ലെയിം ചെയ്തെടുക്കാം. ഓരോ ലാപ്ടോപ്പിനും വിൽക്കാൻ 11% കമ്മീഷൻ കിട്ടുമെന്ന് പറയാം. അതിനനുസരിച്ച് കമ്പ്യൂട്ട് ചെയ്ത് കാണിക്കാം. Now section 208 ആണ് ഇവിടെ പറയുന്നത്. Termination of agent's authority takes effect as to agent as to third person. Termination of the authority of an agent does not so far as regards the agent take effect before it comes known to him, so far as regards the third person before it comes to known to them. So നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കൊടുത്താൽ മതി. ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ഏജന്റ് ആൻഡ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് തേർഡ് പാർട്ടി, രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ് അവരുടെ നോളജിൽ വരുമ്പോൾ മാത്രമേ അത് റിവോക്ഡ് ആയി പോകുന്നുള്ളൂ. സോ ദ ടെർമിനേഷൻ ഓഫ് ദ അതോറിറ്റി ഓഫ് ആൻ ഏജന്റ് വിൽ ടേക്ക് എഫക്ട് വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ദ ഏജന്റ് ആൻഡ് വിൽ ടേക്ക് എഫക്ട് ഫ്രം ദ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ദ തേർഡ് പേഴ്സൺ. ഈ പറയുന്ന കേസിൽ റിവോക്കേഷൻ ഓഫ് Shyam's അതോറിറ്റി, ശ്യാമിന് അത് റിസീവ് ചെയ്തിട്ടില്ലായിരുന്നു, അതിന് മുന്നേ തന്നെ ലാപ്ടോപ്പ് അവൻ വിറ്റിരുന്നു, അതുകൊണ്ട് തന്നെ അത് വാലിഡ് ആണ്. ഹെൻസ് സെയിൽ ഓഫ് ലാപ്ടോപ്പ് കണ്ടക്റ്റഡ് ബൈ Shyam ഇസ് ബൈൻഡിങ് ഓൺ Ram. ഉറപ്പായിട്ടും ഏജൻറ്റ് ചെയ്ത ആ കണ്ടക്റ്റ് വാലിഡ് ആണ്. കാരണം അവന് റിവോക്കേഷൻ കിട്ടുന്നത് ഇറ്റ് ഡിഡ് നോട്ട് കം ടു ദ നോളജ് ഓഫ് ദ ഏജന്റ്. ഏജൻറ്റ് നോളജിൽ വരുന്നതിന് മുന്നേ തന്നെ അവിടെ റിവോക്കേഷൻ സംഭവം വരുന്നതിന് മുന്നേ തന്നെ സെയിൽ ഓഫ് ലാപ്ടോപ്പ് നടത്തുന്നു. ദെയർഫോർ അത് ഇറ്റ് വിൽ ബി ബൈൻഡിങ് ഓൺ Rama. സെക്കൻഡ് കേസിൽ Shyam is entitled to receive his commission for the sales. കിട്ടും, കാരണം അവിടെ റിവോക്കേഷൻ ലെറ്ററിന് മുന്നേ അല്ലേ. സോ അവൻ ആ പറഞ്ഞ പ്രകാരം തന്നെ അല്ലേ ആക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്മീഷൻ കിട്ടും 55,000 rupees. 5 ലാപ്ടോപ്പ് വിറ്റു 5 lakh, 11% കമ്മീഷൻ വെച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞത് 55,000 rupees ആണ്. പ്ലീസ്
ഷോ ദിസ് ആസ് എ വർക്കിംഗ് നോട്ട്. എപ്പോഴും ഒരു കമ്പ്യൂട്ടേഷൻ വരാൻ നേരത്ത് ലോയ്ക്കകത്ത് അക്കൗണ്ട്സ് ചെയ്യുന്ന പോലെ തന്നെ വർക്കിംഗ് നോട്ട് കാണിക്കുന്നതാണ് വെരി ഇംപ്രസീവ്. എപ്പോഴും ഓർത്തോണേ. ഇറ്റ്സ് സെയിം ക്വസ്റ്റൻ അഗൈൻ വി ഹവ് സോൾവ്ഡ് ഇൻ വൺ ഓഫ് ദി സീരീസ്. അത് ഞാൻ പറഞ്ഞ കുറേ ക്വസ്റ്റൻസ് ഇങ്ങനെ നല്ല ഫെമിലിയർ ആയിരിക്കും. അടുത്തോട്ട് പോവാം. What are inchoate and ambiguous instruments under the Negotiable Instruments Act? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആംബിഗ്വസ്, നോ വി ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഇൻകോഹേറ്റ്. ഇൻകോഹേറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഡ്രോയർ, ദ മേക്കർ, ദ ആക്സെപ്റ്റർ ഓർ ദ ഇൻഡോസർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അവർ സൈൻ ചെയ്തു, ഡെലിവറി ചെയ്തു ഇൻസ്ട്രുമെൻറ്റ്. ആ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ഒന്നെങ്കിൽ ബ്ലാങ്ക് ആയിട്ടാണ് അവർ കൊടുത്തത്, അല്ലെങ്കിൽ അവിടെ ഇൻകംപ്ലീറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു ഡ്രോയർ ആയിക്കോട്ടെ, ഒരു മേക്കർ ആയിക്കോട്ടെ, ഒരു എക്സെപ്റ്റർ ആയിക്കോട്ടെ, ഇൻഡോസർ ആയിക്കോട്ടെ, അവർ സൈൻ ചെയ്തു, ഡെലിവറി ചെയ്തു ഇൻസ്ട്രുമെൻറ്റ്. പക്ഷേ ഐദർ ബ്ലാങ്ക് ആയിട്ടാണ് ഇൻസ്ട്രുമെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്തത്, ബ്ലാങ്ക് ഇൻസ്ട്രുമെൻറ്റ് പോലെ, അല്ലെങ്കിൽ അവിടെ ഇൻകംപ്ലീറ്റ് എന്നൊരു വേർഡ് റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻകോഹേറ്റ് ഇൻസ്ട്രുമെൻറ്റ്. സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ഓഫ് എസ്റ്റോപ്പിൾ. പ്രിൻസിപ്പൽ ഓഫ് എസ്റ്റോപ്പിളിനെ ബേസ് ചെയ്ത് വന്നാണ് ഇൻകോഹേറ്റ്. സോ ഡ്രോയർ, മേക്കർ, എക്സെപ്റ്റർ ഓർ ഇൻഡോസർ they may sign and deliver the instrument and leave it in such a way that is a blank instrument, or അവരവിടെ എഴുതും ഇറ്റ് ഇസ് എൻ ഇൻകംപ്ലീറ്റ്. അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ് പേരാണ് ഇൻകോഹേറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ആംബിഗസ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോമിസറി നോട്ടാണോ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് അപ് ടു ദ ഹോൾഡർ. ഹോൾഡറിനെ ട്രീറ്റ് ചെയ്യാം, അതിനെ പ്രോമിസറി നോട്ടായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യാം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിനെ വിളിക്കുന്ന പേര് എന്താണ്? ആംബിഗ്വസ് ഇൻസ്ട്രുമെൻറ്റ്. വി ഹവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ഇത് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത. ഇത് നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാറുള്ളതാണ്. Section 17, where an instrument may be construed. Construed അർത്ഥം എന്താണ്? Interpreted. Either as a promissory note or a bill of exchange. The holder may, at his election, treat it as either of the instrument. Accordingly, such an instrument is called ambiguous instrument. So, either as a promissory note or bills of exchange ആയിട്ട് എന്താണോ ഹോൾഡറിന് തോന്നുന്നത് ആ രീതിയിൽ അയാൾക്ക് അത് വായിച്ചിട്ട് അയാൾക്ക് എന്താണോ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ അയാൾക്ക് ആ പറയുന്ന ഇൻസ്ട്രുമെൻറ്റിനെ ട്രീറ്റ് ചെയ്യാം. സച്ച് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇസ് കോൾഡ് ആംബിഗ്വസ് ഇൻസ്ട്രുമെൻറ്റ്. മറ്റേത് ബ്ലാങ്ക് ഓർ ഇൻകംപ്ലീറ്റ്. ഇവിടെ വരാൻ നേരത്ത് വി ആർ നോട്ട് ഏബിൾ ടു ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഇസ് a promissory note or a bill of exchange. So it is up to the holder accordingly to treat either as a promissory or a bills of exchange. Clear alle? Okay ano? Same question, June 2024, yesterday's mock exam also this question was there. Write a short note on SEBI, RBI, IBBI. This question was there. SEBI ഒരു റെഗുലേറ്ററി ബോഡിയാണ്. സെക്യൂരിറ്റീസ് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ ആണ്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് ഓൺ ചെയ്യുന്നത്. 1988 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1992 അതിന് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കിട്ടിയത്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു റിമെമ്പർ ദ ഡേറ്റ്, ഇറ്റ്സ് ഓക്കെ, അറ്റ്ലീസ്റ്റ് മെൻഷൻ ദ ഇയർ. സോ ഒരു റെഗുലേറ്ററി ബോഡിയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. 1988 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1992 അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് വന്നത്. പോയിന്റ് ആയിട്ട് എഴുതിക്കോ. 2 മാർക്സ് അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ടാണ്. ആർ ബിയുടെ ലൈക്ക് ഐ സെഡ് അറ്റ്ലീസ്റ്റ് റൈറ്റ് 3 to 4 points മാക്സിമം. ഇറ്റ് ഈസ് എ ഇന്ത്യ സെൻട്രൽ ബാങ്ക് റെഗുലേറ്ററി ബോഡി റെസ്പോൺസിബിൾ ഫോർ റെഗുലേഷൻ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. അതാണ് സെൻട്രൽ ബാങ്ക്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ്, റെഗുലേറ്ററി ബോഡിയാണ്. എന്തിനാണ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്? ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. ആരുടെ ഓണർഷിപ്പിലാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ഓണർഷിപ്പിലാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോൾ, ഇഷ്യൂ ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് സപ്ലൈ ഓഫ് ഇന്ത്യൻ റുപ്പീസ്. ഇത്ര മാത്രം ഓർത്തിച്ചാൽ മതി. അഗെയിൻ ദിസ് ഇസ് അപ് ടു യു. ഇഫ് യു വോണ്ട് യു ക്യാൻ ആഡ് ദിസ് ഓൾസോ ആസ് പാർട്ട് ഓഫ് യുവർ ആൻസർ. കാരണം കുറേ ക്വസ്റ്റൻസ് എഴുതാനുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റില്ല. 2 മാർക്സ് അല്ല, മാക്സ് ടു മാക്സ്. അടുത്തത് IBBI. ഇറ്റ് ഈസ് എ റെഗുലേറ്റർ ഫോർ ഓവർസീയിങ് ദ ഇൻസോൾവൻസി പ്രൊസീഡിങ്സ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ എൻറ്റിറ്റീസ് ഉണ്ട്, എന്തൊക്കെ എൻറ്റിറ്റീസിനും കൂടെ ഓവർസീ ചെയ്യുന്നുണ്ട്? IPA, IP ആൻഡ് IU, ദാറ്റ് ഇസ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആൻഡ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ്. ഈ പറയുന്നതിനെയൊക്കെ ഓവർസീ ചെയ്യുന്നതും IBBI ആണ്. സോ 2016 എസ്റ്റാബ്ലിഷ് ചെയ്തത്. പവർ കിട്ടിയത് IBC കോഡിൽ നിന്നാണ്. ലോക്സഭ അത് പാസ്സാക്കിയത് 2016 അവർ ഇത് ആരുടെയൊക്കെ ഇൻസോൾവൻസിനെയാണ് കവർ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ, കമ്പനി, LLP ആൻഡ് പാർട്ട്ണർഷിപ്പ്. ഇതിൻ്റെ ഇൻസോൾവൻസിയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് IBBI ആണ്. ക്ലിയർ? ജസ്റ്റ് റൈറ്റ് ദിസ് മച്ച്, ദാറ്റ്സ് ഇറ്റ്. 6 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. SEBI, RBI ആൻഡ് IBBI. ക്ലിയർ അല്ലേ?
Okay. Next one. Ram sells 200 bales of cloth to Shyam and sends 100 bales by lorry and 100 bales by railway. ഇത് ചില കുട്ടികൾക്ക് ഇടയ്ക്ക് ഡൗട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. സോ പ്ലീസ് ലിസൺ വെരി കെയർഫുള്ളി. സോ 200 ബെയിൽസ് ഓഫ് ക്ലോത്ത് ഉണ്ട്. റാം സെല്ല് ചെയ്യാണ് ഷ്യാമിന്. 100 bale by lorry അയച്ചു, 100 bale by railway അയച്ചു. Shyam receives delivery of 100 bales sent by lorry, but before receives the delivery of the bales sent by railway, he becomes bankrupt. So റെയിൽവേയുടെ അവിടെ നിന്ന് കിട്ടുന്ന ഗുഡ്സ് കിട്ടുന്നതിന് മുന്നേ തന്നെ ആൾ ബാങ്ക്രപ്റ്റ് ആയിപ്പോയി. റാം ബീങ് സ്റ്റിൽ അൺപെയ്ഡ് സ്റ്റോപ്പ് ദ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. സോ റാം അൺപെയ്ഡ് ആയതുകൊണ്ട് ട്രാൻസിറ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ദ ഒഫീഷ്യൽ റിസീവർ ഓൺ ഷ്യാംസ് ഇൻസോൾവൻസി ക്ലെയിംസ് ഗുഡ്സ്. ഒഫീഷ്യൽ അസൈനി പറയാണ് എനിക്ക് ഗുഡ്സ് വേണം. ഡിസൈഡ് ദ കേസ് വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിഷൻ ഓഫ് സെയിൽ ഗുഡ്സ് ആക്ട്. സോ രണ്ട് മോഡ് വഴിയാണ് അയക്കുന്നത്. ഒരു മോഡ് വഴിയുള്ളത് റിസീവ് ചെയ്തു, മറ്റേ മോഡ് വഴിയുള്ളത് റിസീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബയർ ഇൻസോൾവെൻ്റ് ആയിപ്പോയി. അപ്പോൾ അയാൾ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സൈസ് ചെയ്യുവാണ്. അപ്പോൾ അത് എക്സൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സെക്ഷൻ 50 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡീലിംഗ് വിത്ത് ദ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അവൈലബിൾ ടു ദ അൺപെയ്ഡ് സെല്ലർ. അൺപെയ്ഡ് സെല്ലറിന് എഫക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ദിസ് സെക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദിസ് റൈറ്റ് ഇസ് എക്സസൈസബിൾ ബൈ ദ സെല്ലർ ഓൺലി അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻസ്. സോ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. സെല്ലർ അൺപെയ്ഡ് ആയിരിക്കണം. ഹി മസ്റ്റ് ഹവ് പാർട്ടഡ് വിത്ത് ദ ഗുഡ്സ്. അയാളുടെ കയ്യിൽ ഗുഡ്സ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഗുഡ്സ് ട്രാൻസിറ്റിലായിരിക്കണം. ബയർ ഇൻസോൾവെൻ്റ് ആയി പോയി കാണണം. റൈറ്റ് സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഈ പറയുന്ന കേസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും റാം അൺപെയ്ഡ് ആണ്. ഹി ക്യാൻ സ്റ്റോപ്പ് ദ 100 bales of clothes sent by railway ആസ് ദീസ് ഗുഡ്സ് ആർ ഓൾറെഡി ഇൻ ട്രാൻസിറ്റ്. ചില കുട്ടികൾ ഡൗട്ട് വെച്ചിട്ടുണ്ട് ട്രാൻസിറ്റ് കംപ്ലീറ്റ് ആയില്ലേ, അവിടെ ഓൾറെഡി പാർട്ട് ഡെലിവറി നടന്നിട്ടില്ലേ. ഇത് പാർട്ട് ഡെലിവറിയുടെ കോൺസെപ്റ്റ് അല്ല ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബോത്ത് ആർ സെൻഡ് ബൈ ഡിഫറെൻറ്റ് മോഡ്സ്. ഒരെണ്ണം മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ, മറ്റേത് റിസീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബയർ ഇൻസോൾവെൻ്റ് ആയിപ്പോയി. ഓൾ ദീസ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. സോ യെസ്, ബാക്കിയുള്ള 100 bales അവിടെ അയാൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ബിക്കോസ് ഹീസ് ട്രീറ്റഡ് ആസ് എ അൺപെയ്ഡ് സെല്ലർ. ഓൾ ദ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. പ്ലീസ് മേക്ക് ഷുവർ ഇതുപോലത്തെ തന്നെ ഒരു റൈറ്റ് ഓഫ് ലീൻ വരുന്നൊരു ക്വസ്റ്റൻ വി ഹാഡ് സോർട്ടഡ് ഔട്ട് യെസ്റ്റർഡേ ഫോർ ദ മോക്ക് എക്സാം. പ്ലീസ് ഡു ദാറ്റ് ക്വസ്റ്റൻ again. This is right of stoppage in transit. The other one was right of lien. അടുത്തത്, ക്ലാസിഫൈ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് അക്കോർഡിംഗ് ടു ദ ടൈപ്സ് ഓഫ് ഗുഡ്സ് ദേ ആർ. എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ്, മറ്റേ ഫ്യൂച്ചർ ഗുഡ്സ് ആണോ അസെറ്റൈൻഡ് ആണോ അങ്ങനെ ചെയ്യാനായിട്ടാണ്. എ ഹോൾസെയിലർ ഓഫ് കോട്ടൺ ഹാസ് 100 bales in his godown. He agrees to sell 50 bales and these bales were selected and set aside. എടാ ഒരു ഹോൾസെയിലർ ആണ്, 100 bales ഓഫ് കോട്ടൺ ഗോഡൗണിലുണ്ട്. അയാൾ 50 bale എഗ്രി ചെയ്തു ആൻഡ് ദീസ് ബെയിൽസ് വർ സെലക്റ്റഡ് ആൻഡ് സെറ്റ് അസൈഡ്. സെലക്ട് ചെയ്തിട്ട് സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൗ ദിസ് പെർട്ടിക്കുലർ ടൈപ്സ് ഓഫ് ഗുഡ്സ് ഇസ് നോൺ ആസ് അസെറ്റൈൻഡ് ഗുഡ്സ്. ഈ കുട്ടികൾക്ക് എപ്പോഴും ഒരു ഡൗട്ട് വരാറുണ്ട്, അസെറ്റൈൻഡ് ആൻഡ് സ്പെസിഫിക്. സോ അവിടെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഓൺലി തിയറിറ്റിക്കലി ദേ ആർ ടെലിംഗ് എ ഡിഫറൻസ്. അസെറ്റൈൻഡും സ്പെസിഫിക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് തിയറിക്കകത്ത് മാത്രമേ പറയുന്നുള്ളൂ. പ്രാക്ടിക്കലിനകത്ത് രണ്ടും സെയിം തന്നെയാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ഗോയിങ് ടു കട്ട് യുവർ മാർക്സ് ജസ്റ്റ് ബിക്കോസ് യു ഹവ് മെയ്ഡ് എ mistake in ascertained and specific. I don't think so. So this is basically ascertained. 100 എണ്ണത്തിൽ 50 വളരെ ക്ലിയർ ആയിട്ട് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ട്രീറ്റഡ് ആസ് എ ascertained goods itself. 50 bale വളരെ ക്ലിയർ ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ascertained. A agrees to sell to B 1 packet of sugar out of the lot of 100 packets lying in a shop. 100 പാക്കറ്റ് കിടക്കുന്നതിൽ ഒരു പാക്കറ്റ് സെല്ല് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ഗുഡ്സ് അസെറ്റൈൻഡ് അല്ല, ഏതൊരു പാക്കറ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. 100 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തരാം. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഇസ് കോൾഡ് അൺഅസെറ്റൈൻഡ് ഗുഡ്സ്. യു ക്യാൻ സീ ഹിയർ ഇറ്റ്സ് അൺഅസെറ്റൈൻഡ് ഗുഡ്സ്. നോട്ട് നോൺ, ഏത് പാക്കറ്റാണെന്ന് അറിയില്ല. T agrees to sell to S all the apples which will be produced in garden this year. ഇപ്പോൾ കയ്യിലപ്പോൾ ഗുഡ്സ് ഇല്ല, ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആപ്പിൾ നിനക്ക് തരാം. സോ അവിടെ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഫോം ആയിട്ടില്ല. അവിടെ എന്താണ് നടക്കുന്നത്? എഗ്രിമെൻറ്റ് ടു സെൽ, ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. ഭാവിയിൽ തരാം, ആപ്പിൾ ഉണ്ടാകുമ്പോൾ ഞാൻ നിനക്ക് തരാം. സോ ഇറ്റ്സ് ബേസിക്കലി നോട്ട് എ കോൺട്രാക്ട് ഓഫ് സെയിൽ, ഇറ്റ് ഇസ് എൻ എഗ്രിമെൻറ്റ് ടു സെൽ ഫോർ ഫ്യൂച്ചർ ഗുഡ്സ് amounting to agreement to sell. So you'll have to clearly mention. First one is ascertained, second one is unascertained, and the third one is future goods, which is agreement to sell. I hope that's also clear. Next one.
State the circumstances in which a court may, at the suit of the partner, dissolve a partnership firm under the provisions of Indian Partnership Act. See, dissolution by the court എത്ര തവണയാണ് ചോദിച്ചേക്കുന്നത്. എഗൈൻ തൊട്ട് മുകളിൽ നമ്മൾ ഒരു കേസ് ബേസ് ക്വസ്റ്റ്യൻ ചെയ്തു, പിന്നെ അവർ തിയറി പോലെ അങ്ങ് ചോദിച്ചേക്കുവാണ്. ഇൻസാനിറ്റി, അൺസൗണ്ട് മൈൻഡ് എന്നൊക്കെ പറയുന്നത് എല്ലാ പാർട്ട്നേഴ്സും ഇൻസെയിൻ ആയിപ്പോയി, അൺസൗണ്ട് മൈൻഡ് ആയിപ്പോയി. വേറെ പാർട്ട്ണർ ഹാസ് ബിക്കം അൺസൗണ്ട് മൈൻഡ്, ദ കോർട്ട് മേ ഡിസോൾവ് ദ ഫേം ഓൺ സ്യൂട്ട് ഓഫ് ദി അതർ പാർട്ട്നേഴ്സ് ഓർ ബൈ ദ നെക്സ്റ്റ് ഫ്രണ്ട് ഓഫ് ദ ഇൻസെയിൻ പാർട്ട്ണർ. എല്ലാ പാർട്ട്നേഴ്സും അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇൻസെയിൻ പാർട്ട്ണർ ഒരു ഫ്രണ്ട് ആ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കോർട്ടിന് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ കോർട്ട് ഇടപെട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫേം ഡിസോൾവ് ചെയ്ത് പോവാം. പെർമനൻറ്റ് ഇൻകപ്പാസിറ്റി, പഴയ പോലെ പാർട്ട്ണറിന് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇൻകപ്പാസിറ്റി ആയിപ്പോയി, അങ്ങനെയുള്ള കേസിലും ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെർമനൻറ്റ് ഇൻകേപ്പബിൾ ആയി പോയിട്ടുണ്ടെങ്കിൽ ഓഫ് പെർഫോം, പഴയ പോലെ അയാൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പറ്റില്ല, അയാൾ തളർന്നു പോയി, ഹി ഈസ് ഇൻ ടു എ കോമ സ്റ്റേജ്, അപ്പോൾ ആ പെർമനൻ്റ് ആയിട്ട് ഇൻകപ്പാസിറ്റി ആയിപ്പോയി, പെർമനൻറ്റ് ഇൻകേപ്പബിൾ ആയിപ്പോയി. ആ കേസിൽ പാർട്ട്നേഴ്സിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഫേം ഡിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോർട്ട് ഇടപെട്ടിട്ട് ഫേം ഡിസോൾവ് ചെയ്യും. മിസ്കണ്ടക്ട്, അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇഫ് ഹി ഈസ് ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട് വിച്ച് ഇസ് പ്രിജുഡീഷ്യലി എഫക്റ്റിംഗ് ഇൻ ക്യാരിങ് ഓൺ ദ ബിസിനസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർട്ട് ഇടപെട്ടിട്ട് ഫേം ഡിസോൾവ് ചെയ്തേക്കാം. Persistent breach of agreement എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഹീസ് ഇൻ ടു എംബിസൽമെൻറ്റ്, എർണേഴ്സ് അക്കൗണ്ട്സ്, ഹോൾഡിംഗ് മോർ ക്യാഷ് ദെൻ വാട്ട് ഇസ് അലൗഡ്, റെഫ്യൂസൽ ടു ഷോ അക്കൗണ്ട്സ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ക്യാഷിനകത്ത് ഫ്രോഡ് തരം കാണിക്കുന്നുണ്ട്, ഇല്ലാത്ത അക്കൗണ്ട്സ് ആണ് കാണിക്കുന്നത്, അക്കൗണ്ട്സിനകത്ത് ഫ്രോഡ് കാണിക്കുന്നുണ്ട്, പെറ്റി ക്യാഷ് ഇത്ര മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ, അതിൽ കൂടുതൽ പൈസ അയാൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അക്കൗണ്ട്സ് എത്ര ചോദിച്ചിട്ടും ബാക്കിയുള്ള ആൾക്കാർ ചോദിച്ചിട്ടും അയാൾ കൊടുക്കുന്നില്ല, പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ബിക്കോസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂച്വൽ കോൺഫിഡൻസ് നടക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അങ്ങനെ മ്യൂച്വൽ കോൺഫിഡൻസേ നഷ്ടപ്പെടുവാണ്. സോ ഏത് പാർട്ട്ണർ വേണമെന്നുണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കോർട്ട് അപ്പം ഇടപെട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫേം ഡിസോൾവ് ചെയ്തേക്കാം. ഷാൽ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കരുത്, മേ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാവുള്ളൂ. ഓൺലി ഇഫ് കോർട്ട് സാറ്റിസ്ഫൈഡ്. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, ഒരു പാർട്ട്ണർ അതർ ദെൻ ദ സൂയിങ് പാർട്ണർ ഹോൾ ഓഫ് ദ ഇൻട്രസ്റ്റ് ചെയ്തു, അവിടെ വേറെ പാർട്ട്നേഴ്സ് ഒന്നുമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ട്ണറിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഫേം ഡിസോൾവ് ചെയ്യണമെങ്കിൽ ഡിസോൾവ് ചെയ്യാം. നേരത്തെ ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു കേസ് ബേസ് ക്വസ്റ്റ്യൻ ചെയ്തത് പെർപച്വൽ ലോസസ്, പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ലോസ് ആണ്, ഫ്യൂച്ചറിലും ലോസ് ആണ്, എക്സിസ്റ്റിംഗിലും ലോസ് ആണ്, ഫ്യൂച്ചറിൽ ഒരു രീതിയിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർട്ട് ഇടപെട്ടിട്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി കോർട്ട് ഇടപെട്ടിട്ട് ഫേം വേണമെങ്കിൽ പൂട്ടിപ്പോയേക്കാം. ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്സ്, ഇത് കൂടാതെ കോർട്ടിന് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ഡെഡ് ലോക്ക് ഇൻ ദ മാനേജ്മെൻറ്റ് തമ്മിൽ അടിയാണ്, ഒരു തരത്തിലും ഡിസിഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. വെദർ പാർട്ട്നേഴ്സ് ആർ നോട്ട് ഇൻ ടോക്കിംഗ് ടേംസ്, പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ആണ്, ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ലോസ് ഓഫ് സബ്സ്ട്രാറ്റം, അവർ തുടങ്ങിയ ഒബ്ജക്റ്റ് ഇനി അവർക്കത് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഇമ്പോസിബിൾ ആയിപ്പോയി. ഗാംബ്ലിംഗ് ബൈ എ പാർട്ട്ണർ, ഇതൊക്കെ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്സ് ആയിട്ടാണ് കാണുന്നത്. ഇത് കൂടാതെ വേറെ ഏതെങ്കിലും കാരണം കോർട്ടിന് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ആ റീസൺ കൊണ്ട് വേണമെങ്കിലും കോർട്ട് ഇടപെട്ടിട്ട് ഫേം ഡിസോൾവ് ചെയ്തേക്കാം, may dissolve. Okay. Next one. In accordance with the provisions of the Indian Contract Act, answer the following. This question was also discussed in one of the series. Rights of the bailor against any wrongdoer, duties of the pawnee. So, അതായത് ഇപ്പോൾ ഒരു ബെയിലി പ്രിവെൻറ്റഡ് ആണ്, ബെയിലിക്ക് നമ്മൾ പൊസഷൻ ഓഫ് ഗുഡ്സ് കൊടുത്തു, അപ്പോൾ ഒരു ബെയിലറിനുള്ള അതേ അവകാശമാണ് ബെയിലി പൊസഷൻ ഇരിക്കുമ്പോൾ ആ ഗുഡ്സ്, അതായത് ബെയിലി ക്യാൻ ബെയിലി ഇൻ ദ ഓർഡിനറി പ്രൂഡൻസ് എല്ലാം പ്രോപ്പർ കെയർ ഒക്കെ എടുക്കണം, പക്ഷേ ബെയിലിനുള്ള എല്ലാ റൈറ്റും ബെയിലിക്ക് കിട്ടുന്നുണ്ട് പ്രോപ്പർ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് ബെയിലിനെ പ്രിവെൻറ്റ് ചെയ്യുവാണ്, ആ പറയുന്ന പൊസഷൻ ബെയിലിയുടെ കയ്യിലിരിക്കുമ്പോൾ ആ ഗുഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഹീസ് ബീൻ പ്രിവെൻറ്റഡ് ഫ്രം ദ റൈറ്റ്സ്. അപ്പോൾ ബെയിലർ എന്ത് റൈറ്റ് എടുത്തേനെ, അതായത് ഒരു സ്യൂട്ട് ഫയൽ ചെയ്തേനെ, ബെയിലർ ആയിരുന്നെങ്കിൽ ഞാനാണ് ബെയിലർ, എൻ്റെ ഗുഡ്സ് ഞാൻ രാമിന് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, അപ്പോൾ ഞാൻ അവിടെ ഗുഡ്സ് എൻ്റെ ഇരിക്കുമായിരുന്നെങ്കിൽ ആൻഡ് സം തേർഡ് പാർട്ടി ഈസ് കമ്മിങ് ആൻഡ് ടെല്ലിംഗ് ധന്യ യു കനോട്ട് യൂസ് ഇറ്റ് എന്ന് പറയുവാണെങ്കിൽ ഐ വുഡ് ഹാവ് ഫൈൽഡ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് എ തേർഡ് പാർട്ടി, എൻ്റെ റൈറ്റിനെ മറ്റേ തേർഡ് പാർട്ടി പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം എൻ്റെ ഗുഡ്സ്, അപ്പോൾ ബെയിലർ എന്ത് സ്റ്റെപ്പ് എടുത്തേനെ, അപ്പോൾ എൻ്റെ ഗുഡ്സ് ഇപ്പോൾ രാമൻ്റെ കയ്യിൽ കൊടുത്തു, ഇഫ് രാം ഇസ് പ്രിവെൻറ്റഡ് ബൈ എ തേർഡ് പാർട്ടി വൈൽ ഹീസ് ഇൻ ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഫോർ യൂസിങ് ദ ഗുഡ്സ്, എനിക്ക് എന്ത് റൈറ്റ് എടുക്കാൻ പറ്റിയേനെ സെയിം റൈറ്റ് ആർക്ക് എടുക്കാം, ബെയിലിക്ക് എടുക്കാം. So if a third person wrongfully deprives a bailee for the use or possession of the goods bail or does any injury, the bailee is entitled to use such remedies as the owner, that is technically bailor, might have used in like case if no bailment had been made. Bailment ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് റൈറ്റ് എടുക്കുമായിരുന്നു, if my right was deprived, if my right was wrongfully deprived by a third person while I was in the possession of the goods. bailment ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്തേനെ, same right can be exercised by the bailee. അതാണ് ഇവിടെ പറഞ്ഞേക്കണം, എഗെയിൻസ്റ്റ് എ തേർഡ് പേഴ്സൺ. നൗ പോണിക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്.
റീസണബിൾ കെയർ എടുക്കണം. അൺഓതറൈസ് യൂസ് ഓഫ് ദ പ്ലെജ് ഗുഡ്സ് ചെയ്യാൻ പാടില്ല. ഡെറ്റ് റീപേ ചെയ്ത് കഴിയുമ്പോൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യണം. സ്വന്തം ഗുഡ്സ് ആയിട്ട് ഗുഡ്സ് മിക്സ് ചെയ്യാൻ വേണ്ടി പാടില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. എന്തെങ്കിലും അക്രീഷൻ, എന്തെങ്കിലും അഡീഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് പോണറിന് ആ പറയുന്നത് തിരിച്ചു കൊടുക്കണം. ആ പറയുന്ന ഗുഡ്സ് അയാൾക്ക് വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. സോ റീസണബിൾ കെയർ എടുക്കുക, അൺഓതറൈസ് യൂസ് ചെയ്യാതിരിക്കുക, ഗുഡ്സ് റിട്ടേൺ ചെയ്യുക, സ്വന്തം ഗുഡ്സ് ആയിട്ട് മിക്സ് ചെയ്യാതിരിക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആയി പോവാതിരിക്കുക. എന്തെങ്കിലും അക്രീഷൻ ഗുഡ്സ് സംഭവിക്കുവാണെങ്കിൽ അത് പോണിയുടെ ഗുഡ്സ് അല്ല, ആ പറയുന്ന ഗുഡ്സ് തിരിച്ചു കൊടുക്കുമ്പോൾ പോണറിന് തിരിച്ച് കൊടുക്കണം. നെക്സ്റ്റ് വൺ, referring to the provisions of Negotiable Instrument Act, answer the following in the given scenario. ഇതിപ്പോൾ ഡെലിവറി ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അമൻ ഡ്രൂ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അമനാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തത് ഓൺ ബബൻ ഹു അക്സെപ്റ്റഡ് ഇറ്റ് പേയബിൾ ടു മകൻ. ABM. മകൻ എൻഡോസ് എ ബിൽ ടു ഗഗൻ. ഗഗൻ എൻഡോസ് എ ബിൽ ടു ആകാശ്. ആകാശിന് മാത്രം ഞാൻ A എന്ന് കൊടുത്തിട്ടില്ല. Okay, to be delivered on the next day. However, on the death of Gagan മരിച്ചുപോയി. On the same day, his only son Ankit delivered the bill to Akash. So, ഗഗൻ്റെ സൺ ആണ് കൊടുക്കുന്നത്. കൂടുതൽ പേര് വേണ്ട. സോ A Bക്ക് കൊടുക്കുന്നു, B Mന് കൊടുക്കുന്നു, M Gക്ക് കൊടുക്കുന്നു, G ആകാശിന് കൊടുക്കണം. G മരിച്ചു പോവാണ്. സോ ജീൻ്റെ ഒള്ളി സൺ അങ്കിത്താണ് ആകാശിന് അത് കൊടുക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു സാധനം ജസ്റ്റ് വർക്കിംഗ് നോട്ടി വരച്ച് വെക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ വരില്ല. ആസ് ഇൻറ്റൻഡഡ് ബൈ ദ ഡിസീസ് ഫാദർ. ഡിസീസ് ഫാദർ എന്ത് ചെയ്തേനെ അതുപോലെ തന്നെയാണ് ഉള്ളി സൺ ചെയ്തത്. ഓൺ പ്രസൻറ്റിംഗ് ദ ബിൽ ഓൺ ദ ഡ്യൂ ഡേറ്റ് ബബൻ റെഫ്യൂസ് ടു പേ, എക്സ്പ്ലെയിനിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിവറി. ബബൻ പറഞ്ഞു അവിടെ ഡെലിവറി കംപ്ലീറ്റഡ് അല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഡെലിവറി കംപ്ലീറ്റഡ് അല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ബബൻ പറയുകയാണ് ഡ്യൂ ഡേറ്റ് വന്ന സമയത്ത് ആൻഡ് റെഫ്യൂസ് ടു പേ, പൈസ തരില്ല എന്ന് പറയുകയാണ്. സോ നോ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിവറി. വളരെ ക്ലിയർ ആണ് ഇവിടെ ഡെലിവറി കംപ്ലീറ്റഡ് അല്ല. ഒന്നെങ്കിൽ ആക്ച്വൽ ഡെലിവറിയോ സിംബോളിക് ഡെലിവറിയോ കൺസ്ട്രക്റ്റീവ് ഡെലിവറിയോ എന്തെങ്കിലും നടക്കണമായിരുന്നു. ഡെലിവറി എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്കത് കൊടുത്തിരിക്കണം. ഇവിടെ ഡെലിവറി ഒരു തരത്തിലുള്ള ഡെലിവറിയും ഇവിടെ കംപ്ലീറ്റഡ് അല്ല. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ മറ്റേ G ആയിരുന്നു, ഗഗനായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഗഗൻ മരിച്ചു പോകുന്നു, അതിന് പകരം ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിവറി. ഡെലിവറി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് 46 ആണ്. ഇസ് എസെൻഷ്യൽ വെദർ ദ ഇൻസ്ട്രുമെൻറ്റ് ഇസ് പേയബിൾ ടു ദ ബെയറർ ഓർ ഓർഡർ. ബെയറർ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും ഓർഡർ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും ഡെലിവറി ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിവറി വോളണ്ടറി ആയിരിക്കണം. ഒബ്ജക്റ്റ് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി പാസ് ഓൺ ചെയ്യാനായിട്ടാണ്, അതായത് ഓണർഷിപ്പ് പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഡെലിവറി ബെയറർ ആണെങ്കിലും ഓർഡർ ആണെങ്കിലും നടന്നിരിക്കണം. ഡെലിവറി വോളണ്ടറി ആയിരിക്കണം. ഡെലിവറി പ്രോപ്പർട്ടി പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഡെലിവറി ആക്ച്വൽ ആകാം, കൺസ്ട്രക്റ്റീവ് ആകാം. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ശരിക്കും കൊടുത്തു, കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഐദർ ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഓർ എസ് ഏജൻറ്റ് കൊടുത്തു. അപ്പോൾ ആക്ച്വലും കൺസ്ട്രക്റ്റീവും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ദിസ് ഇസ് പോയിന്റ് നമ്പർ 1, 2 and 3. മറ്റേത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ ഉള്ളൂ. നോ 46 വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. വെൻ ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇസ് കണ്ടീഷണലി or for a special purpose only, the property in it does not pass to the transferee even though it is endorsed to him unless the instrument is negotiated to a holder in due course. HIDC ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഒരു കണ്ടീഷന് വേണ്ടിയിട്ടാണെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡെലിവറി അവിടെ കംപ്ലീറ്റ് ആവണം. സോ the contract on a negotiable instrument under delivery remains incomplete and revocable. Delivery essential not only at the time of negotiation but also at the time of making or drawing of negotiable instrument. അത് മേക്കിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഡ്രോയിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഡെലിവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. So if a person makes an endorsement of instrument but before the same could be delivered to the endorsee, endorser dies, the legal representative of the deceased person cannot negotiate the same by mere delivery thereof. ചുമ്മാ മറ്റേ ആൾ മരിച്ചുപോയി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് കൊണ്ട് മിയർ ഡെലിവറി നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ അങ്കിത് അതായത് ദ ഓൺലി സൺ ഓഫ് ഗഗൻ ആണ് കൊണ്ടേ കൊടുക്കുന്നത്. അത് വാലിഡ് അല്ല. ആകാശ് കനോട്ട് എൻഫോഴ്സ് എ പേയ്മെൻറ്റ് ഓഫ് ബിൽ അഗെയിൻസ്റ്റ് ബബൻ ഓർ ദ പ്രീവിയസ് പാർട്ടീസിന് അഗെയിൻസ്റ്റ് ആയിട്ടോ മറ്റേ ആൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടോ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ ഡെലിവറി കംപ്ലീറ്റഡ് അല്ല. സോ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിവറി ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പോകേണ്ടത്. ആക്ച്വൽ ഡെലിവറി കൺസിഡർ ഡെലിവറി പറ്റിയിട്ട് 1 or 2 lines എഴുതുന്നത് നല്ലതാണ്. ഐ ജസ്റ്റ് പുട്ട് ദാറ്റ് ഇൻ ബ്രാക്കറ്റ്. തൊട്ട് മോളിൽ ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ വാസ് ഡിസ്കസ്ഡ് ബിഫോർ. ഇതൊക്കെ കേട്ട ഓർമ്മയിലാണെങ്കിലും യു വിൽ ബി ഏബിൾ ടു റൈറ്റ് എ ലിറ്റിൽ. വിട്ടിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് വൺ. Reliable Limited, an Indian company, is a global leader in petrochemicals. For the payment of the sale price of the machinery imported from Alex Manufacturing, a US-based company. So Reliable Limited ഒരു ഇന്ത്യൻ കമ്പനിയാണ്. പേയ്മെൻറ്റ് ഓഫ് സെയിൽ പ്രൈസ് ഓഫ് ദ മെഷീനറി ഇമ്പോർട്ടഡ് ഫ്രം അലക്സ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് ഒരു US-based കമ്പനിയാണ്. ദ ഇന്ത്യൻ കമ്പനി ഡ്രൂ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓൺ മനീഷ്. സോ ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള റിലയബിൾ ആർക്ക് ഡ്രോ ചെയ്യുന്നു? മനീഷ് ഒരു റെസിഡൻ്റ് ആണ് മുംബൈയിൽ. A resident who accepted the bill at Mumbai payable at
USA. So payable ആവുന്നത് മാത്രമേ USA-ലാവുന്നുള്ളൂ. It's okay. So decide whether the bill of exchange is an inland instrument or a foreign instrument. ഭയങ്കര ക്ലിയർ ആണ്, ഇറ്റ് ഈസ് എ ഇൻലാൻഡ് ഇൻസ്ട്രുമെൻറ്റ്. എന്തുകൊണ്ടാണ്? സെക്ഷൻ 11 ഓഫ് ദ NI ആക്ട് പ്രകാരം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഇൻ ഇന്ത്യ, ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് ഡ്രോൺ ഇൻ ഇന്ത്യ, ഇന്ത്യൻ കമ്പനിയാണ് ഡ്രോ ചെയ്തത്, എക്സെപ്റ്റഡ് ഇൻ ഇന്ത്യ, മുംബൈയിലാണ്, ഒരു റെസിഡൻറ്റ് മേളിലാണ്, പേബിൾ മാത്രമേ ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ടുള്ളൂ. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ എ പ്രോമിസറി നോട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് മെയ്ഡ് പേയബിൾ ഇൻ ഓർ ഡ്രോൺ അപ്പോൺ എ പേഴ്സൺ റെസിഡൻറ്റ് ഇന്ത്യ ഷാൽ ബി ഡീം ടു ബി എ ഇൻലാൻഡ് ഇൻസ്ട്രുമെൻറ്റ്. ഒന്നെങ്കിൽ പേയബിൾ ഇൻ ഇന്ത്യ ആകണം, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ റെസിഡൻറ്റ്, ഒരു റെസിഡൻറ്റ് മുകളിൽ ഡ്രോ ചെയ്താലും മതി. ഇവിടെ ഈ കുട്ടികൾ തെറ്റിക്കുന്ന ഈ ഒരു ലൈനാണ്. പ്ലീസ് മേക്ക് ഷുവർ ദിസ് ലൈൻ ഇസ് വെരി ക്ലിയർ ടു യു. എടാ ഡ്രോൺ ഇൻ ഇന്ത്യ, ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ഡ്രോൺ ഇൻ ഇന്ത്യ, എന്നിട്ട് പേബിൾ ഇൻ ഇന്ത്യ ആകുക, അപ്പോൾ അത് ഇൻലാൻഡ് ഇൻസ്ട്രുമെൻ്റ് ആയി. അല്ലെങ്കിൽ ഡ്രോൺ ഇൻ ഇന്ത്യ ഓർ ഡ്രോൺ അപ്പോൺ എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. സോ രണ്ട് പേബിളും ഇന്ത്യയിലായിരിക്കണം, റെസിഡൻറ്റ് ഇന്ത്യൻ റെസിഡൻറ്റ്, അങ്ങനെയല്ല അവർ പറഞ്ഞത്, അവിടെ കണ്ടീഷൻ ഓറാണ്. സോ ഇറ്റ് ഇസ് ഡ്രോൺ ഇൻ ഇന്ത്യ ആൻഡ് പേബിൾ ഇൻ ഇന്ത്യ, ഇൻലാൻഡ് ഇൻസ്ട്രുമെൻറ്റ്. ഡ്രോൺ ഇൻ ഇന്ത്യ ഓർ ഇറ്റ് ഇസ് ഡ്രോൺ അപ്പോൺ എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. സോ ആൻഡ് എന്ന് പറയുന്നത് ഐദർ ഇറ്റ് കുഡ് ബി ഫോർ ദിസ് പെർട്ടിക്കുലർ പോയിൻറ്റ് ഓർ ഇറ്റ് കുഡ് ബി ഫോർ ദിസ് പെർട്ടിക്കുലർ പോയിൻറ്റ്. ഞാൻ ഒന്ന് റബ്ബ് ചെയ്തിട്ട് കാണിക്കാം. ദാറ്റ് ഇസ്, ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ, drawn or made in India. That is the first condition. Second condition ആണ് ഇത്, which I'll highlight. ഒന്നെങ്കിൽ പേബിൾ ഇൻ ഇന്ത്യ ആവുക, അല്ലെങ്കിൽ drawn upon any person resident. So it could be drawn or made in India and made payable in India, or drawn or made in India and drawn upon a person resident in India. ഇവിടെ പേബിൾ മാത്രം ഔട്ട്സൈഡ് ആയിട്ടുള്ളൂ, മറ്റേ റെസിഡൻറ്റിൽ മുംബൈയിൽ റെസിഡൻറ്റ് മുകളിലാണ് ഡ്രോ ചെയ്തേക്കുന്നത്, ഇന്ത്യയിൽ തന്നെയാണ് ഡ്രോ ചെയ്തേക്കുന്നത്. സോ നോ പ്രോബ്ലം, ഇറ്റ് ഇസ് എ ഇന്ത്യൻ ഇൻസ്ട്രുമെൻറ്റ്. അത് ഓർത്തേച്ചാൽ മതി. സ്റ്റുഡൻസ് ഓൾവേസ് ഹാവ് എ കൺഫ്യൂഷൻ ഇൻ ദാറ്റ്, ആണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇൻലാൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഡ്രോൺ ഇൻ ഇന്ത്യ, അക്സെപ്റ്റഡ് ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, ഈവൻ ദോ ഇറ്റ് ഇസ് പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ, ഇറ്റ് ഇസ് എ ഇൻലാൻഡ് ഇൻസ്ട്രുമെൻറ്റ്. ആ കണ്ടീഷൻ ഓർത്തോണേ. പേബിളും ഇന്ത്യയിലായിരിക്കണം, ഡ്രോൺ അപ്പോൺ അങ്ങനെയല്ല അവർ പറയണം. അവിടെ ഒരു ഓർ നടുക്ക് കിടപ്പുണ്ട്, ദാറ്റ് ഓറാണ് ആ പറയുന്നതിൻ്റെ ക്രക്സ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Answer the following as per the provisions of Indian Contract Act. Agent cannot personally enforce nor be personally bound by contracts on behalf of the principal. However, there are some exceptions to this general rule. Explain. So, agent ഏതൊക്കെ കേസിൽ പേഴ്സണലി ലൈബിൾ ആക്കാൻ വേണ്ടി പറ്റും? ഏജന്റ് കനോട്ട് പേഴ്സണലി എൻഫോഴ്സ് നോർ ബി പേഴ്സണലി ബൗണ്ട് എന്നാണ്. ഒരിക്കലും ഏജന്റിനെ പേഴ്സണലി ലൈബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഏജന്റ് പേഴ്സണലി ലൈബിൾ ആവുന്ന കേസുകൾ ഉണ്ട്. അതേതൊക്കെ കേസുകളാണ്? where the agent is acting for a foreign principal, അതായത് പ്രിൻസിപ്പൽ ഇവിടെ ഇല്ല, ഹീസ് എ ഫോറിൻ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ആ കേസിൽ ഏജൻറ്റിനെ നമുക്ക് പേഴ്സണലി ലയബിൾ ആക്കാം. അതുപോലെ അൺനെയിംഡ് പ്രിൻസിപ്പലാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അൺഡിസ്ക്ലോസ് പ്രിൻസിപ്പൽ ആരാണെന്ന് തേർഡ് പാർട്ടിക്ക് അറിയില്ല, അപ്പോൾ ആരെങ്കിലുമൊക്കെ ലയബിൾ ആക്കണ്ടേ. സോ ഏജന്റ് വിൽ ബി ഹെൽഡ് പേഴ്സണലി ലയബിൾ. സോ ഇഫ് ഏജന്റ് ഇസ് ആക്ടിംഗ് ഫോർ എ ഫോറിൻ പ്രിൻസിപ്പൽ ദാറ്റ് യുവർ പ്രിൻസിപ്പൽ ഇസ് റിസൈഡിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ, ഏജന്റ് വിൽ ബി ഹെൽഡ് പേഴ്സണലി ലയബിൾ. സോ ആ കേസിൽ ഏജന്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും. അതുപോലെ ഏജന്റ് ആക്ട് ചെയ്യുന്നത് അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൽ ആരാണെന്ന് ഏജന്റ് പറയുന്നില്ല, ആ കേസിലും ഏജന്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും. മൂന്നാമത്തെ കേസ് നോൺ എക്സിസ്റ്റന്റ് ഇൻകോമ്പീറ്റന്റ് പ്രിൻസിപ്പൽ ഒരു മൈനറാണ്, അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ടു, അതായത് ബേസിക്കലി ലുനാറ്റിക് ആണ്. ആ കേസിലൊക്കെ അല്ലെങ്കിൽ എക്സിസ്റ്റൻസിലേ ഇല്ല, അപ്പോൾ ആ കേസിലും ഏജൻറ്റിനെ നമുക്ക് പേഴ്സണലി ലയബിൾ ആക്കാം. പിന്നെ പ്രിറ്റൻഡഡ് ഏജൻറ്റ്. സോ ബേസിക്കലി ഏജൻറ്റ് പ്രിറ്റൻഡ് ചെയ്യുകയാണ്, പക്ഷേ ആക്ച്വലി ഏജൻറ്റ് അല്ല, ഹീസ് ആക്ച്വലി പ്രിറ്റൻഡിങ് ടു ബി ആൻ ഏജൻറ്റ്. ആ കേസിലും ഏജൻറ്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും. ഏജൻറ്റ് അതോറിറ്റി എക്സീഡ് ചെയ്തു. എക്സാമ്പിൾ, ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യരുത്, ക്രെഡിറ്റ് സെയിൽസ് ചെയ്യരുത്, അവൻ അതോറിറ്റി കൊടുത്തിട്ടില്ല, അവൻ ക്രെഡിറ്റ് സെയിൽസ് ചെയ്തു, ക്രെഡിറ്റ് പർച്ചേസ് നടത്തി, ആ ആക്ട് പ്രിൻസിപ്പൽ റാറ്റിഫൈ ചെയ്യുന്നില്ല, പ്രിൻസിപ്പൽ അവൻ ചെയ്തത് ഓക്കെ ആയിട്ട് പറയുന്നില്ല, അപ്പോൾ ഹി എക്സീഡഡ് ദ അതോറിറ്റി. ആ കേസിലും നമുക്ക് ഏജൻറ്റിനെ പേഴ്സണലി ലയബിൾ ആക്കാം. ഫോറിൻ പ്രിൻസിപ്പൽ, അൺഡിസ്ക്ലോസ് പ്രിൻസിപ്പൽ, non-existent or incompetent principal, or where the agent exceeds the authority. All pretended agent, all these cases agentine personally liable ആക്കാം. അല്ലാത്ത കേസിൽ പൊതുവെ ആര് തന്നെയായിരിക്കും ലയബിൾ ആകുക? പ്രിൻസിപ്പൽ തന്നെയായിരിക്കും ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഏജന്റ്. കാരണം ഏജന്റ് പ്രിൻസിപ്പലിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ഒരാളാണ്, പ്രിൻസിപ്പൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഏജന്റ് ചെയ്യുന്നേ ഉള്ളൂ. സോ ആ കേസിൽ ഏജന്റിനെ ലയബിൾ ആക്കാൻ പറ്റില്ല. ഈ കേസിൽ മാത്രം ഏജന്റിനെ പേഴ്സണലി ലയബിൾ ആക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സീരീസിലും, എന്നാലും ഒന്നുകൂടെ പറയാണ് എൻ്റെ ഒരു സമാധാനത്തിന്. Agency coupled with interest, please go through that particular topic as a case-based question also. അല്ലെങ്കിൽ agent interested in the subject matter ഒന്ന് നോക്കുന്നത് നല്ല ഏരിയ. ആ ഒരു case-based question, it is there in your workbook. 2 questions, previous year question ആണ്. Please go through that question. Okay, ഞാൻ പറയുന്നത് I hope you are taking it down. Next one, state the rights of an indemnity holder when sued.
So rights of an indemnity holder, the promisee in a contract of indemnity acting within the scope of his authority. Promisee within the authority തന്നെയാണ് ആക്ട് ചെയ്തത് is entitled to recover. താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോമിസിക്ക് റിക്കവർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇൻഡെമിനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെമിനിഫൈഡിന് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യാം. എല്ലാ ഡാമേജസും വിച്ച് ഹി മേ ബി കമ്പൽ ടു പേ ഇൻ എനി സ്യൂട്ട്. അവൻ പേ ചെയ്യേണ്ടതായിട്ട് വരുന്ന കുറേ പൈസ ഉണ്ടാകും. ആ പറയുന്ന ഡാമേജ് ഒക്കെ പുള്ളിക്കാരന് ഇൻഡെമിനിഫൈഡിന് അടുത്തുനിന്ന് റിക്കവർ ചെയ്തെടുക്കാം. എല്ലാ കോസ്റ്റും ഹി മേ ബി കമ്പൽ ടു പേ ഇൻ ഡിഫെൻഡിങ് ദ സ്യൂട്ട്. ആ സ്യൂട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അവന് കുറച്ച് കോസ്റ്റ് വന്നേക്കാം, അതും അവന് റിക്കവർ ചെയ്യാം. സോ ഇൻ ഓർഡർ ടു പേ ഇൻ എ സ്യൂട്ട് വാട്ട് എവർ ഡാമേജസ് അത് ഇൻഡെമിനിഫയർ കൊടുക്കും. സോ വാട്ട് എവർ കോസ്റ്റ് ഹി മൈറ്റ് ഇൻകർ വൈൽ defending the suit, adavane claim cheyidekka. Apart from that, all sums which he may have paid under the terms of any compromise. So suit compromise in the samayathu avan endakka paisa adakendeyayittu varuvo, all those sums he can recover from the indemnifier. Okay, idu nammal discuss cheyda question aanu. Next one, what is contingent contract? Write briefly its essential. Also explain it through 3 rules relating to the enforcement of a contingent contract. So contingent contract ഇവരെ താഴെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. contingent contract is a contract to do or not to do something if some event collateral to such event does or does not happen. ഒരു കോൺട്രാക്റ്റ് ആണ്, അത് to do or not to do something ആണ്. ഒരു കൊളാട്രൽ ഈവൻറ്റ് സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കില്ല, അതിനെ ബേസ് കൊളാട്രൽ ഈവൻറ്റിനെ ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. സച്ച് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഇസ് കോൾഡ് contingent contract. So rules of enforcement are ചോദിച്ചേക്കുന്നത്. ഇതേ സംഭവം ഈ പറയുന്ന ഡെഫിനിഷൻ ഇവരിവിടെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ സ്കിപ്പ് ദോസ് ടോപ്പിക്. ദിസ് പെർട്ടിക്കുലർ പാർട്ട് എസെൻഷ്യൽസ് ചോദിച്ചിട്ടില്ലല്ലോ. ഓക്കെ സോറി എസെൻഷ്യൽസ് ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഐ ഹവ് മിസ്ഡ് ഔട്ട്. ഓക്കെ, സോ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സെയിം തിങ് യു ക്യാൻ റൈറ്റ് ഫ്രം ദ ഡെഫിനിഷൻ കേട്ടോ. അതായത് ഈവൻറ്റ് അൺസർട്ടൺ ആയിരിക്കണം. കണ്ടിജൻ ഈവൻറ്റ് ഷുഡ് നോട്ട് ബി എ മിയർ വിൽ ഓഫ് ദ പ്രോമിസർ. പ്രോമിസറിനെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. ഇറ്റ് ഇസ് സംതിങ് അൺസർട്ടൺ. ഒരു അൺസർട്ടൺ ഈവൻറ്റിനെ ബേസ് ചെയ്യുന്നൊരു സംഭവമായിരിക്കണം. കണ്ടിജൻ്റ് ആയിരിക്കണം. ആ പറയുന്ന ഈവൻറ്റ് കൊളാട്രൽ ആയിരിക്കണം. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് സം ഈവൻറ്റ്. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് സം ഈവൻറ്റ്. സോ 4 കാര്യങ്ങളാണ്. അൺസർട്ടൺ ആയിരിക്കണം ഈവൻറ്റ്, മിയർ വിൽ ഓഫ് ദ പ്രോമിസർ ആവാൻ പാടില്ല, കൊളാട്രൽ ആയിരിക്കണം, ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് എൻ ഈവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടിജൻ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഉണ്ടാവുക. ദീസ് ആർ ദ essentials of a contingent contract. Next one, rules relating to enforcement. എന്തൊക്കെയാണ് rules relating to enforcement വരിക? Where a contingent contract is made to do or not to do anything, if an uncertain future event happens, it cannot be enforced by law unless and until that event has happened. ആ ഈവൻറ്റ് അതൊരു ഈവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, ഈവൻറ്റിൻ്റെ ആ ഈവൻറ്റ് സംഭവിക്കും, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല അൺലെസ് സച്ച് ഈവൻറ്റ് ഹാപ്പൻസ്. ഈവൻറ്റ് ഇമ്പോസിബിളായി പോവാണ്, ഈവൻറ്റ് ഹാപ്പൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, ഹാപ്പനിങ് ഓഫ് ഈവൻറ്റ് നടക്കുന്നില്ല എങ്കിൽ ആ എഗ്രിമെൻറ്റ് എന്തായി മാറും? വോയിഡായി മാറും. സോ ഇഫ് സംതിങ് ഇസ് ബേസ്ഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എൻ ഈവൻറ്റ്, ദാറ്റ് ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഓൺലി വൺ സച്ച് ഈവൻറ്റ് ഹാപ്പൻസ്. ആ ഈവൻറ്റ് സംഭവിച്ചാൽ മാത്രമേ നമുക്കത് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈവൻറ്റ് സംഭവിച്ചില്ലെങ്കിൽ കോൺട്രാക്ട് എന്തായിപ്പോയി? ഇമ്പോസിബിളായിപ്പോയി, വോയിഡായിപ്പോയി. ഇനി where a contingent contract is made to do or not to do something if an uncertain future event does not happen. So non happening of an eventനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് നടക്കാൻ പാടില്ല. the happening of an event becomes impossible or not before. ആ ഈവൻറ്റ് ഇമ്പോസിബിൾ ആയി പോകണം എങ്കിൽ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാം. മറ്റേത് ഹാപ്പനിങ് ആണ്, ഇത് നോൺ ഹാപ്പനിങ് ആണ്. മൂന്നാമത്തത് if a contract is contingent upon as to how a person will act at an unspecified time, the event shall be considered to have to become impossible when such person does anything which renders it impossible that he should act within his definite time or otherwise under the further contingencies. So ഒരു ടൈമിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ആ ഡെഫിനറ്റ് ടൈമിനുള്ളിൽ തന്നെ അത് സംഭവിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് പെർഫോം ചെയ്തിരിക്കണം. റിമൈനിങ് ഇറ്റ് ഇസ് അപ് ടു യു. ഇഫ് യു വോണ്ട് യു ക്യാൻ റൈറ്റ്, കാരണം അവർ അധികം ചോദിച്ചിട്ടില്ല. ദേ ഹവ് ഓൺലി ആസ്ക്ഡ് us to write any 3 rules. എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യു ക്യാൻ റൈറ്റ് എനി 3 rules. സോ എസെൻഷ്യൽസ് എഴുതണം. ഞാൻ ആദ്യം വായിച്ചപ്പോൾ എസെൻഷ്യൽസ് വിട്ടുപോയതാട്ടോ. യു ഹാവ് ടു റൈറ്റ് കണ്ടിജന്റ് കോൺട്രാക്ട്, എസെൻഷ്യൽസ് ആൻഡ് ദി 3 rules. ഇറ്റ് ഇസ് 6 മാർക്ക് ക്വസ്റ്റ്യൻ. ബാക്കി എഴുതണ്ട. വി നോട്ട് ഹാവ്, ആവശ്യത്തിൽ കൂടുതൽ എഴുതാൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്കപ്പോൾ ബാക്കി വേണ്ടാത്ത സാധനമൊന്നും എഴുതാൻ നമുക്ക് സമയം കിട്ടില്ല. So this is the last question.
J, a wholesaler of premium basmati rice delivered on approval 100 bags of rice 10 kg to a local retailer on sale or returnable basis within a month of delivery. Lot of time I have told, this question is very very important. The next day the retailer sold 5 bags of rice to a regular customer. So 10 kg കിട്ടി, 5 kg അടുത്ത ദിവസം റെഗുലർ കസ്റ്റമറിന് കൊടുക്കുന്നു. ഇത് കിട്ടുന്നത് സെയിൽ ഓർ അപ്രൂവൽ ബേസിസിലാണ്. A week later, K informed the retailer that the quality of rice was not as per the price. എടാ ക്വാളിറ്റി പോരാ എന്നും പറഞ്ഞുകൊണ്ട് ഇൻഫോം ചെയ്യുന്നു. The retailer now wants to return all the rice bags to J. എല്ലാം ജെയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറയാണ്. അതായത് 10 ബാഗിൽ ഓൾറെഡി 5 വിറ്റായിരുന്നേ. 10ൽ ഔട്ട് ഓഫ് ദ 10 ഓൾറെഡി 5 is sold. ബാക്കി റിമൈനിങ് എന്ന് പറയുന്നത് മാത്രമാണ് 5. പുള്ളിക്കാരൻ പറയുന്നത് 10ഉം പുള്ളിക്കാരന് റിട്ടേൺ ചെയ്യണം എന്നാണ് പറയുന്നത്, ബിക്കോസ് ദ ക്വാളിറ്റി വാസ് ബാഡ്. ദ റീറ്റെയിലർ നൗ വാണ്ട്സ് ടു റിട്ടേൺ ഓൾ ദ റൈസ് ബാഗ്സ് ടു ജെ ഇൻക്ലൂഡിംഗ് ദ 4 bags നോട്ട് യൂസ്ഡ് ബൈ കെ. സോ ഉപയോഗിക്കാത്ത 4 അതും തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓൾസോ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് അണ്ടർലൈൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. എടാ ഒരു സെയിൽ ഓർ അപ്രൂവലിന് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ടൈം പീരീഡിലേക്കാണ് കൊടുക്കുക. ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക. അല്ലെങ്കിൽ ഇഫ് യു ആർ ഡൂയിങ് സംതിങ് വിച്ച് ഇസ് ഈക്വൽ ടു അക്സെപ്റ്റൻസ്, അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ല. ഈ 10 എണ്ണത്തിൽ 5 എണ്ണം വേറൊരാൾക്ക് മറിച്ചു വെച്ചു, വിച്ച് ഇസ് ഈക്വൽ ടു അക്സെപ്റ്റൻസ്, സെല്ലിംഗ് ഓർ പ്ലെഡ്ജിങ് ടു സം അതർ പേഴ്സൺ. അത് അയാൾ ആക്സെപ്റ്റ് ചെയ്തു, അയാൾ അതിൻ്റെ പ്രോപ്പർട്ടി പാസ് ഓൺ ചെയ്തു, അയാൾ അതിൻ്റെ ഓണറാന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും അയാൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ വിറ്റ 5 ബാഗ് അയാൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ഓൺ ദ ഗ്രൗണ്ട്സ് ദാറ്റ് ക്വാളിറ്റി വാസ് ബാഡ്. അയാളുടെ കയ്യിൽ ഉപയോഗിക്കാതിരിക്കുന്ന ബാഗ്സ് അല്ലേ, അത് അയാൾക്ക് റിട്ടേൺ ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 24, in case of delivery on approval basis, property in the goods passed from the seller when the person to whom the goods are given either accept ചെയ്യുക അല്ലെങ്കിൽ does any act which implies adopting the transaction. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ടൊരു ആക്ട് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്തതുപോലെയാണ്. when the person to whom goods are given retain the goods without giving his approval or giving notice of rejection beyond the time fixed ടൈം കഴിഞ്ഞിട്ടും അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ച് നോട്ടീസ് അത് കൊടുക്കുന്നുമില്ല, തിരിച്ച് നോട്ടീസ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തതിന് തുല്യമാണ്. പറയുന്ന കേസിൽ 10 ബാഗേജിൽ 5 ബാഗ് ഓൾറെഡി സോൾഡ് ഔട്ട് ചെയ്തു, വീക്ക് ലേറ്ററാണ് പറയുന്നത്. അപ്പോൾ റൈറ്റ് നൗ അയാൾക്ക് എത്ര ബാഗ് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റും? 5 ബാഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹി ഈസ് ഓൾറെഡി അക്സെപ്റ്റഡ്, സോ ഹി വാണ്ടഡ് ടു റിട്ടേൺ ഓൾ ബാഗ്സ്. അക്കോർഡിംഗ് ടു ദ അബവ് പ്രൊവിഷൻ, ദ ലോക്കൽ റീറ്റെയിലർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിട്ടേൺ ഓൺലി 95 ബാഗ്സ്, നോട്ട് ദോസ് 4 ബാഗ്സ് വിച്ച് ആർ നോട്ട് യൂസ്ഡ് ബൈ കെ. ജസ്റ്റ് സെക്കൻഡ്, ജസ്റ്റ് എ മിനിറ്റ്. 10 kg of 100 bags ആണ് കറക്റ്റ്. സോ ആ 95 kg 95 മറ്റേത് മനസ്സിലായില്ലേ, 5 kg ആണ് വിറ്റത്. സോ ആ 5 kg അയാൾക്ക് മറ്റേ മറിച്ച് വിറ്റത് അയാൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബാക്കി 4 kg അയാൾക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ അയാൾ റിട്ടേൺ ചെയ്തോട്ടെ, കുഴപ്പമില്ല. Because as per the clause above, the local retailer has already sold 5 bags, signifying that he has done an act which implies adopting the transaction relating to the 5 bags. 5 ബാഗ് അക്സെപ്റ്റ് ചെയ്തപ്പോൾ അത് ഇംപ്ലൈ ചെയ്യുന്നത് അത് അയാൾ അക്സെപ്റ്റ് ചെയ്തതിന് തുല്യമായിട്ടാണ്. ദെയർഫോർ ആ 5 ബാഗ് വിറ്റത് അയാൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് it was a bad quality one. But whatever was not used by him, the 4 bags, that if he wants, he can return. No problem. Okay, le? So I'm waiting for another 1 minute. Like endingilum doubt undengil, please ask right away. This was the last question. This was the last question. Yes, this was the last question. Of your MTP JAN 2025, anything that you want to sort out, any doubts, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളൂ. ഇൻ കേസ് എന്തെങ്കിലും റീസൺ കൊണ്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ല, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണോ എനിക്കറിയില്ല, ഐ വാസ് നോട്ട് ഏബിൾ ടു സീ എനി ഓഫ് ദ മെസ്സേജസ്. ഐ വെയിറ്റഡ് ആൻഡ് ദെൻ ഐ വൈൻഡഡ് അപ്പ് ദ സെഷൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ആ റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ്, യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഐ ഹോപ്പ് യുവർ പ്രിപ്പറേഷൻസ് ആൻഡ് ഓൾ ആർ ഗോയിങ് വെൽ. ടെൻഷൻ അടിക്കാതിരിക്കുക, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ടെൻഷൻ അടിച്ചിട്ട് ഉള്ള പഠിച്ച പോർഷൻസും കൂടെ മറന്നു പോവുള്ളൂ. സോ ഐ ഡോണ്ട് വാണ്ട് യു ടു ഗെറ്റ് ടെൻസ്ഡ് അൺനെസസറിലി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാം.
Okay, so I did not, as of now, I did not see any doubts. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. Please watch MTP1, MTP2, RTP and suggested answer for both June 2024 and September 2024. വീണ്ടും I'm giving you a reminder. If you find any particular unit, please don't skip it. Be it Indian Contract Act, Sale of Goods Act or Negotiable Instruments Act. ഇതാണ് ഏറ്റവും കൂടുതൽ പറയുന്ന ആക്ടുകൾ. ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ പറയുന്ന ആക്ടുകൾ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ദ മാരത്തോൺ വീഡിയോ ഓഫ് whatever is uploaded in the Replies യൂട്യൂബ് ചാനൽ. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ യൂണിറ്റ്സും അപ്ലോഡഡ് ആണ്. സോ നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷൻ ഡിഫിക്കൽട്ടായിട്ട് തോന്നുവാണെങ്കിൽ ഡോണ്ട് സ്കിപ്പ്, ജസ്റ്റ് ലിസൺ ടു ഇറ്റ്. 2 hours, 1 hour, 6 hours, അതൊക്കെയാണ് മെയിൻ. ഐ എം ടോക്കിംഗ് അബൌട്ട് 6 hours എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് അത്രയും ലോങ് ആയിട്ട് പോയേക്കണം. ബാക്കി എല്ലാം 2 hours, 3 hours കൊണ്ടുണ്ട്. കീപ് ലിസണിങ് ടു ഇറ്റ്. ലാസ്റ്റ് മൊമെൻറ്റ് റിക്കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, റിവിഷന് എല്ലാം കൂടെ കുഴഞ്ഞു പോവാണ്, മറന്നു പോവാണ്, അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ സ്റ്റാർട്ട് ലിസണിങ് ടു ഇറ്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു. Marathon videos will definitely help you to recollect. അത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ all the very best. Do your exams very well. Any doubts, please feel free to ping. Okay.